പൊരുത്തം കെട്ട കുട്ടികളെ എങ്ങനെ ഹൈ അച്ചീവേഴ്സ് ആക്കാം? നമുക്ക് പേരൻസിന് ഒരുപാട് ടേക്ക് അവേസ് ഉണ്ട്. ഞാൻ ആദ്യം വായിക്കാൻ ഇന്റന്റ് ചെയ്തതല്ല, പക്ഷെ രസം അവിടുന്ന് ഇവിടുന്നും ഒക്കെ കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് രസം തോന്നി അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ ഒരു ഭയങ്കര അച്ചീവർ ആയിട്ട് കണ്ടിരുന്ന ബിൽ ഗേറ്റ്സിന് ഭയങ്കര ഒരു വേഴ്സ് ചൈൽഡ്ഹുഡ് ഭയങ്കര ഡിഫിക്കൽട്ട് ചൈൽഡ് ആയിരുന്നു അല്ലെ? ഡിഫിക്കൽട്ട് ചൈൽഡാണ്. പേരൻസിന് ഒരു തലവേദനയായിരുന്നു എന്നുള്ളതും ടീച്ചേഴ്സിന് ഒരു തലവേദനയായിരുന്നു എന്നുള്ളതും സൈക്കോളജിസ്റ്റിനായിരുന്നു ഒരു ശരിക്കും ഒരു വഴിത്തിരിവാവുന്നത് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ്. കലോത്സവത്തിന് മറ്റേ ഇതിന് പോയിട്ട് കോടതിയിൽ പോയി വിധി വാങ്ങിച്ചുകൊണ്ട് വന്ന കുട്ടി, അങ്ങനെയൊക്കെയുള്ള പേരൻസ് ആണ്. പൊരുത്തം കെട്ട കുട്ടികളെ എങ്ങനെ ഹൈ അച്ചീവേഴ്സ് ആക്കാം? ഇതിന് ബിൽഗേറ്റ്സ് നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇപ്പോ ഈ മാസം 6-ാം തീയതി ഇറങ്ങിയ ബിൽഗേറ്റ്സിന്റെ സോഴ്സ് കോഡ് എന്നുള്ള ബുക്കിന്റെ ഒരു ഡിസ്കഷൻ ആണ് ഇത്. അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സ്കൂൾ എങ്ങനെ അതിനൊക്കെ കാരണമായി എന്നുള്ളത്. അതായത് നമുക്ക് പേരൻസിന് ഒരുപാട് ടേക്ക് അവേസ് ഉണ്ട്. സ്കൂളുകൾക്കും ഉണ്ട്. അതേപോലെ തന്നെ മറിയം എവിടെ വരെ എത്തി? ഞാനത് ഫുള്ള് വായിച്ചു കഴിഞ്ഞാട്ടോ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. 6-ാം തീയതി ഇറങ്ങിയപ്പം തന്നെ നമുക്ക് കിട്ടിയിരുന്നു. അപ്പൊ ഉടൻ തന്നെ എന്താ പറയാ വായിച്ച തീരാൻ പറ്റി. ഞാൻ ആദ്യം വായിക്കാൻ ഇന്റന്റ് ചെയ്തതല്ല, പക്ഷെ രസം അവിടുന്ന് ഇവിടുന്നും ഒക്കെ കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് രസം തോന്നി അങ്ങനെ തുടങ്ങിയതാണ്. അപ്പം എനിക്ക് ശരിക്കും എന്താ പറയാ എനിക്ക് ബിൽഗേറ്റ്സിന്റെ ഒരു ലേറ്റർ ലൈഫും എന്താ പറയാ പോളലുമായി ചേർന്ന് മൈക്രോസോഫ്റ്റും ഒക്കെ നമുക്ക് അതൊക്കെ അറിയാവുന്നതാണല്ലോ. കാരണം നമ്മള് ലോകത്ത് ഒരാള് പോലും ഒരു ബിൽഗേറ്റ്സിന്റെ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരാൾ ഒരു വിൻഡോസിന്റെ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ഒരു എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്തവരില്ല. പൈറേറ്റഡ് ആയിട്ടെങ്കിലും എന്ത് ചെയ്യും, വിൻഡോസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. അപ്പം പക്ഷെ ബിൽഗേറ്റ്സ് ഹാർവാർഡിലാണ് പഠിച്ചത്, ഹൈ ഇന്റലിജന്റ് ആണ്, ഇതൊക്കെ നമുക്കറിയാം. ഹാർവാർഡിൽ നിന്ന് എന്താ പറയാ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ഇറങ്ങി ഇവര് സുക്കർബർഗും ഇവരൊക്കെ അങ്ങനെയാണല്ലോ, ഇങ്ങനെ കോഴ്സ് ചെയ്യുന്ന ഡ്രോപ്പ് ഔട്ട്സ് ആണല്ലോ. ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ പല കുട്ടികളും ഇപ്പൊ ടീനേജ് കുട്ടികൾക്ക് കൗൺസിലിങ്ങിന് പല പേരൻസും വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് അവന്റെ ഒരു പോളിസി എന്നുള്ളത്. അല്ലെങ്കിൽ എനിക്കൊരു ഗെയിമർ ആകണം, ഞാൻ ഗെയിം കളിച്ച് ഞാനൊരു ഗെയിമർ ആവും, എന്നിട്ട് പൈസ ഉണ്ടാക്കും എന്നുള്ളതാണ് അവരുടെ അങ്ങനത്തെ ശരിക്കും അല്ലെ. ബിൽഗേറ്റ്സ് ഒക്കെ അവിടെ പഠിച്ചാൽ തന്നെ വിജയിക്കുന്ന ആൾക്കാരാണ്. സുക്കർബർഗ് ആയാലും അങ്ങനെയാണ്. പക്ഷെ ആ സമയത്ത് റൈറ്റ് മൊമെന്റിൽ അന്നത്തെ ഒരു റൈറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ആ ഒരു ഫീൽഡിലേക്കാണ്. കാരണം അന്ന് അത് ഒരു കൊല്ലം താമസിച്ചിരുന്നെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല, ഇന്ന് കാണുന്ന ഒരു ആ ഓപ്പർച്യൂണിറ്റി മിസ്സായി പോകും. കാരണം ബിൽഗേറ്റ്സിനെ സംബന്ധിച്ച് PC ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഇൻഡസ്ട്രി അവരിലൂടെയാണ് ഗ്രോ ചെയ്തത്. ശരിക്കും ഞാൻ അതുകൊണ്ടാണ് ബിൽഗേറ്റ് ഇത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ, അതായത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വാങ്ങിക്കുകയും ഇറങ്ങിയ ഉടൻ തന്നെ കിട്ടുകയൊക്കെ ചെയ്തിരുന്നു. കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ഐഷ വായിച്ചു തുടങ്ങി. ഐഷ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഐഷന്റെ കയ്യിൽ നിന്നല്ല തട്ടിപ്പറിച്ചോണ്ട് വായിച്ചത്. നമ്മുടെ വീട്ടിലെ ചില അതുകൊണ്ട് 2 ബുക്ക് ഒരേ ബുക്ക് തന്നെ 2 ഒക്കെ വാങ്ങുന്ന എനിക്കൊന്ന് ലീൻ സ്റ്റാർട്ടപ്പ് കുറെ പുസ്തകം അങ്ങനെ ഉണ്ടല്ലേ, 2 വാങ്ങിച്ച പുസ്തകങ്ങളുണ്ട്. അതിന് വേറെ രസമുണ്ട്, നീ വരയിടുന്നത് ഇഷ്ടപ്പെടുന്ന ആളാണ്, ഞാൻ വരയിടാത്ത ഇഷ്ടപ്പെടുന്നു. ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റിന്റെ ഒരു കാരണം ഇതാണ്. ഒരേ ബുക്ക് വായിക്കുമ്പോ വരയിടും എന്നിട്ട് രസം അടുത്തിടെ ഏതോ ബുക്ക് വരയിട്ടിരിക്കുന്നതാണ് ഞാൻ. അത് ഞാൻ വളരെ നിർബന്ധമായിട്ടൊരു സാഹചര്യത്തിൽ ചെയ്തു പോയതാണ്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. വരയിടുക എന്ന് പറഞ്ഞത് എനിക്ക് ഇമ്പോർട്ടന്റ് തോന്നുന്ന കാര്യങ്ങൾ മാർക്ക് ചെയ്ത് പോകാൻ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ചില പുസ്തകങ്ങൾ ഞാൻ 2 വാങ്ങുമല്ലോ. കാരണം നിനക്ക് വരയിടാൻ ഒരു ബുക്ക്, എനിക്ക് വരയിടാതെ വായിക്കാൻ ഒരു ബുക്ക്. ഇനി ശരിക്കും പറഞ്ഞ ഒരു ബുക്ക് വായിച്ചു എന്ന് എനിക്ക് തന്നെ ഒരു തൃപ്തി വരണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറെ വരയും കുറിയും കുറച്ച് നോട്ടോ ഇതൊക്കെ വന്നു കഴിഞ്ഞാലാണ് നല്ലതാണ്. പല കാഴ്ചപ്പാടുകളാണ്. ഒരേപോലെ ഒരാളെ കെട്ടിയാൽ രസം കാണുമല്ലോ. അതുകൊണ്ട് അപ്പം ശരിക്കും അങ്ങനെ ഒരു ഭയങ്കര അച്ചീവർ ആയിട്ട് കണ്ടിരുന്ന ബിൽഗേറ്റ്സിന് ഭയങ്കര ഒരു വേഴ്സ് ചൈൽഡ്ഹുഡ്, ഭയങ്കര ഡിഫിക്കൽട്ട് ചൈൽഡ് ആയിരുന്നു അല്ലെ. ഡിഫിക്കൽട്ട് ചൈൽഡാണ്. പേരൻസിന് ഒരു തലവേദനയായിരുന്നു എന്നുള്ളതും ടീച്ചേഴ്സിന് ഒരു തലവേദനയായിരുന്നു എന്നുള്ളതും ഒക്കെ അവർ ആ കുട്ടിയെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതും ഒരു നോർമൽ കിഡ് അല്ലെന്ന് ചെറുതിലെ തന്നെ കണ്ടെത്തി എന്നുള്ളതും ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അദ്ദേഹം തന്നെ അതിൽ എഴുതുന്നുണ്ട്. ലാസ്റ്റ് പിന്നാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ എൻഡിലായിട്ട് മൂപ്പര് എഴുതുന്നുണ്ട്, ഇന്നായിരുന്നെങ്കിൽ ഒരു എന്താ പറയാ ഒരു സ്പെക്ട്രത്തിൽ വരുന്ന കുട്ടിയായി ഐഡന്റിഫൈ ആയിരുന്നു, അതിനുള്ള ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും ആ കുട്ടിക്ക് എടുക്കേണ്ട വന്നേനെന്ന് മൂപ്പര് എന്ത് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു എൻഡില് മൂപ്പര് എന്ത് ചെയ്യുന്നുണ്ട്, എപ്പിലോഗില് മൂപ്പര് അത് ഇങ്ങനെ അതിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒരു നോർമൽ അല്ലാത്തൊരു കുട്ടിയായി തന്നെ എന്ത് ചെയ്യും കണ്ടേ. കാരണം ബിൽഗേറ്റ്സ് ഇങ്ങനെ റോക്കി ആയിരുന്നു. എനിക്കൊരു നമ്മുടെ ആർക്കോ ഈസയ്ക്ക് കുറച്ച് റോക്കിംഗ് ഉണ്ടല്ലേ, എനിക്ക് റോക്കിംഗ് ഉണ്ട് ഇല്ല, ഈസയ്ക്ക് കുറച്ച് ചെറുതായിട്ട് ഇല്ലല്ലേ, കാലം അങ്ങനത്തെ. അപ്പം അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു കുട്ടിയായി പോലും കണ്ടിരുന്ന ഇന്നത്തെ ഒരു സ്പെക്ട്രത്തിൽ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഡിഫിക്കൽട്ട് ചൈൽഡിൽ നിന്നും ശരിക്കും ബിൽഗേറ്റ്സ് എന്ന് പറയുന്ന ഇന്നത്തെ ഒരു സക്സസ്ഫുൾ ടെക്നോളജിസ്റ്റ്, സക്സസ്ഫുൾ കോഡർ,
സക്സസ്ഫുൾ ഓൺട്രപ്രണർ, വല്ലാത്ത ഭയങ്കര സക്സസ്ഫുൾ ആയ വേൾഡിൽ ട്രാൻസ്ഫോർമേഷൻ കാലം ബിൽഗേറ്റ്സ് ആയിരുന്നു വേൾഡിലെ റിച്ചസ്റ്റ് എന്താ പറയാ മാൻ ഇൻ ദ വേൾഡ് എന്ന് പറയാം. എല്ലാരും പറയാ ബിൽഗേറ്റ്സിന്റെ മോളാണ് കെട്ടേണ്ടതെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഡയലോഗ് വരെ അടിച്ചിരുന്ന ഒരു കാലത്ത് അവിടെ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിൽഗേറ്റ്സിന് ഇങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അവിടെ ബിൽഗേറ്റ്സിനെ ആ ട്രാൻസ്ഫോം ചെയ്തില്ലേ, ഒരു 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 മോശം കുട്ടിയിൽ നിന്നും, ഒരു നൊട്ടോറിയസ് കിഡിൽ നിന്നും, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലൊക്കെ ഫുൾ ഇങ്ങനെ അലിമ്പുണ്ടാക്കുന്നത്. അതിന്റെ തന്നെ ഉണ്ട് ബിൽഗേറ്റ്സ് അതിന്റെ ഒരു മനസ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു ഏരിയയിൽ, അതായത് ഞാൻ ക്ലാസ്സിൽ സ്റ്റാർ ആവാൻ ഏറ്റവും എളുപ്പം സ്റ്റാർ ആവാൻ പറ്റുക എന്ന് പറയുന്നത്, ക്ലാസ്സിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പിന്നെ അതിനൊരു എന്താ പറയാ ഒരു 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 തറുതല തിരിച്ചു പറയുമ്പോൾ എല്ലാ കുട്ടികളും ഒന്ന് ചിരിക്കും. അപ്പൊ പെട്ടെന്ന് സ്റ്റാർ ആവാൻ പറ്റുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഒരു സ്പോർട്സിൽ പോകണ്ട, സ്പോർട്സ് ഊപ്പർക്ക് പറ്റൂലായിരുന്നു, ചെറിയ സൈസ് ആയിരുന്നു, അപ്പൊ അങ്ങനെ പറ്റൂല. അതേപോലെ തന്നെ പിന്നെ പഠിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു പഠിത്തത്തിൽ ഒരു കോൺസെൻട്രേറ്റഡ് ചെയ്ത ആളല്ല. അപ്പം എന്നാൽ ഭയങ്കര എനിക്ക് ബുദ്ധി ഉണ്ടെന്നുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു, പക്ഷെ പഠിക്കത്തുമില്ല എന്നുള്ള. എനിക്ക് തോന്നുന്നു പല പേരൻസിനും അങ്ങനെ ഒരു കുട്ടിയെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുമായിരിക്കാം. അപ്പം അവിടെ നിന്നാണ് എന്താ പറയാ വാട്ട് വെന്റ് എന്നുള്ള ഒരു എങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞല്ലോ, ഇപ്പൊ ചൈൽഡ്ഹുഡിൽ പിന്നെ എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു, ക്ലാസ്സിൽ അങ്ങനെ ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ഉണ്ടായിരുന്നു. വേറെ എന്തൊക്കെയായിരുന്നു കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ഹൗ വാസ് ഹി വെരി ഡിഫിക്കൽട്ട്? അതിലൊരു പോർഷനിൽ അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പറ്റി പറയുന്നത് ഐ എം എ ഡിഫിക്കൽട്ട് ചൈൽഡ് ടു മൈ പേരൻസ് എന്നാണ്. എന്തൊക്കെയാണ് ഇവന്റെ സ്റ്റാർട്ടിങ്ങിൽ പോലും എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊലോഗിൽ പോലും പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം പോലും അങ്ങനെയാണ്, ഒരു ഡിഫിക്കൽട്ട് ചൈൽഡ് ആയിരുന്നു. അപ്പം അതിന്റെ ഒന്ന് പേരൻസ് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, ദേ ആർ പ്രിവിലേജ് ഡെഫിനറ്റ്ലി. ഹിസ് ഫാദർ വാസ് എ എന്താ പറയാ ഒരു ബാങ്ക്, ഹി വാസ് എ ലോയർ, നോട്ട് എ ബാങ്കർ, ലോയർ ആയിരുന്നു. അതേപോലെ തന്നെ മദർ വാസ് ആക്ച്വലി എന്താ പറയാ ഒരുപാട് അന്നത്തെ കാലത്ത്, അന്ന് തന്നെ വിമൻ ഒന്നും അങ്ങനെ ജോലിക്ക് പോയി തുടങ്ങിയിട്ടില്ല, അതും ഹയറോ ഇതിൽ പോയിട്ടില്ല. അന്ന് ഷീസ് റിച്ച് ആണ്. അതേപോലെ തന്നെ പല ബോർഡുകളിൽ, അതായത് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിട്ട് മദർ വരുന്നുണ്ട്. പിന്നെ പല ചാരിറ്റിയെയും ഹെഡ് ചെയ്തിരുന്നു, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരുപാട് കാര്യം. അപ്പൊ ഭയങ്കര ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലേഡിയാണ് മദർ, ഭയങ്കര പ്ലാൻഡും ഓർഗനൈസ്ഡും. മക്കൾ ഇപ്പൊ 3 പേരാണ് ഇവര്. പിന്നെ വില്ലിനൊരു സിസ്റ്റർ ഉണ്ട്, എൽഡർ സിസ്റ്ററും ഒരു ഇളയ യങ്ങറും ഒക്കെ ഒരു സിസ്റ്റർ ഉണ്ട്, വളരെ യങ് ആയിട്ടുള്ള സിസ്റ്റർ ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടൊക്കെ ഒരു ഇത്രയും അച്ചടക്കത്തോടെ അടക്കൊതുക്കത്തോടെ അല്ലെങ്കിൽ എന്താ സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിതം കൊണ്ടുപോവുകയും അങ്ങനെ മക്കളെ വളർത്തുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു പേരന്റ് ആയിരുന്നു. അപ്പം പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടണിലാണെന്ന് തോന്നുന്നു മുമ്പത്തേര് പഠിച്ചിരുന്നതൊക്കെ. ആ രൂപത്തിൽ എന്താ പറയാ, ആ രൂപത്തിൽ വളരെ ഒരു 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 മദർ, അങ്ങനെയുള്ള ഒരു ഓർഗനൈസ്ഡ് മദറിന് വളരെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സണ്ണാണ്. അതൊരു കോൺഫ്ലിക്റ്റ്. അതൊരു കോൺഫ്ലിക്റ്റ്. കാരണം മദറും പിന്നെ ആണെങ്കിൽ ബില്ലുമായിട്ട് സ്ഥിരം വഴക്കുകളാണ്. അതായത് എന്നിട്ട് നമ്മളെ സ്ഥിരം വീട്ടിൽ പറയുന്ന പോലെ അച്ഛൻ ഇന്ന് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഫാദർ വന്നിട്ട് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദർ എന്താ പറയാ ബീറ്റ് ചെയ്തിട്ടുണ്ട് ബില്ലിനെ പല ദിവസങ്ങളിൽ താഴെ. അപ്പം അവരൊരു വീടെന്ന് പറയുന്നത് തൊട്ട് താഴത്തെ, അതായത് ഫ്രണ്ട് ഫ്ലോറിലേക്കാണ്. എനിക്കൊന്നു നമ്മള് കയറി ചെല്ലുന്നത് എന്താ പറയാ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. അണ്ടർഗ്രൗണ്ടിലുള്ള ഫ്ലോറിലാണ് ബില്ലിന്റെയും സിസ്റ്ററിന്റെയും ഒക്കെ റൂം ഉള്ളത്. അപ്പൊ താഴേക്ക് പോയിട്ട് ബില്ലിനെ ബെൽറ്റ് കൊണ്ട് തല്ലിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ വായിച്ചപ്പം അപ്പൊ തന്നെ ബില്ല് പറയണത് എന്റെ ഫാദറിന് അതിന് ഭയങ്കര വിഷമമുണ്ട്, ഫാദർ വിഷമിച്ചിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ ഞാൻ വേറൊന്നും ചെയ്യാനില്ല, ഇതേ നടക്കുള്ളൂ എന്നുള്ള ഒരു ഫിസിക്കൽ അറ്റാക്ക് പോലും പേരൻസിന് വേണ്ടി വരുന്ന രൂപത്തിലേക്ക് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ട് പറഞ്ഞാൽ കേൾക്കില്ല എന്ന് മാത്രമല്ല ഫുള്ള് തറത്തല പറയുക. അത് ഭയങ്കര ഹാർഷായിട്ട് ഭയങ്കര ഹർട്ട്ഫുൾ ആയിട്ട് പേരൻസിന്റെ അടുത്ത് ഭയങ്കര ഹർട്ട്ഫുൾ ആയിട്ട് വലിയ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും അത് മൂപ്പര് എഴുതുമ്പം അതിന്റെയൊക്കെ ഒരു കുറ്റബോധത്തിൽ, ഞാൻ അന്നവരെ ബുദ്ധിമുട്ടിച്ചു എന്നൊരു കുറ്റബോധത്തിലാണ് എഴുതുന്നത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് മൂപ്പര് അവിടെ നിന്നൊക്കെ ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് രസം. അവിടെയാണ് മറിയം പറഞ്ഞ എന്താ പറയാ ആ ഒരു ഇതുണ്ടല്ലോ, എന്താ ആ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഒരു ശരിക്കും ഒരു വഴിത്തിരിവാവുന്നത് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇതിലാണ്. അപ്പൊ എനിക്കൊന്നും മറിയോ ആ ഭാഗം വായിച്ചല്ലേ. അപ്പം പിന്നെ ആണെങ്കിൽ അതിൽ നിന്നെന്താ മറിയത്തിന് എങ്ങനെയാണ് മറിയം പ്രത്യേകിച്ച് നിനക്ക് എന്താ തോന്നിയത്? അതിൽ തുടക്കത്തില് തെറപ്പിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോ തന്നെ ഡിഫിക്കൽട്ട് ചൈൽഡ് മൈ പേരൻസ് എന്നാണല്ലോ, മൈ പേരൻസ് എന്നുള്ളതാണ്. ഞാൻ യുദ്ധത്തിലാണ്, എന്റെ മാതാപിതാക്കളുമായിട്ട് ഞാൻ യുദ്ധത്തിലാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു കുട്ടിക്ക് പോലും ആ തെറപ്പിസ്റ്റ് അത്രയും എംപത്തറ്റിക് ആണെന്ന് എടുത്ത് പറയണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റി, അതാണ് ഒന്ന് മനസ്സിലൂടെ പോയത്. പിന്നെ പേരൻസും ഈ ഇദ്ദേഹം രണ്ടുപേരും അവിടെ ചെല്ലുമ്പോ ബിൽഗേറ്റ്സിനെ
ക്രൂശിച്ച് നന്നാക്കി എടുക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണല്ലോ അവിടെ. എല്ലാ പേരൻസും ഇപ്പൊ ക്രിങ്കില് തന്നെ പല പേരൻസും കുട്ടികളുമായി വരുമ്പം അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത് വരുമ്പോ അവരെ നന്നാക്കുന്ന ഒരു മിഷൻ ആയിട്ടാണല്ലോ കാണുക. അങ്ങനെ അല്ല എന്നുള്ളൊരു സാധനമാണ്. ബിൽ ഗേറ്റ്സ് ആ ഒരു ഇംപ്രഷനിൽ ഇരുന്നത് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ തെറപ്പിസ്റ്റ് ഓരോന്ന് ചോദിക്കുമ്പോൾ ഹി ഹാഡ് ദറ്റ് ഇൻഹിബിഷൻ. പക്ഷെ നീ പറയുന്നുണ്ടല്ലോ, അതായത് അദ്ദേഹം ചോദിക്കുന്ന ഓരോ കാര്യം ഹി വാസ് സോ ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് അബൌട്ട് ബിൽ ഗേറ്റ്സ്. അതാണ് അദ്ദേഹത്തെ കൊണ്ട് ഓപ്പൺ അപ്പ് ചെയ്യിച്ചത് എന്നുള്ള അവിടെയാണ് അത് ആ എമ്പതിയും ആ ലിസൺ ടു ഉണ്ടല്ലോ. പലപ്പോഴും നമ്മൾ പല കൗൺസിലേഴ്സ് എന്നും പല ഉപദേശകരെന്നും അവർ ഉപദേശകരാണ്. അതായത് ഒരു കുട്ടിയെ കൊണ്ട് ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാളുടെ അടുത്ത് കൊണ്ടുപോകുന്ന തന്നെ ഇവരെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഒരു ഉപദേശം കൊണ്ട്, കാരണം പേരൻസ് തന്നെ ഉപദേശിക്കുന്നു എന്നിട്ട് നന്നാവുന്നില്ല. അതേ സാധനം തന്നെ അവര് ആ കുട്ടിയായിട്ട് തീരെ ബന്ധമില്ലാത്ത ഒരാൾ ചെയ്താൽ നന്നാവുമെന്ന് നമുക്ക് കരുതാം. അപ്പം ഉപദേശം കൊണ്ടല്ല ഒരു കുട്ടി നന്നാവുമല്ലോ. പ്രത്യേകിച്ച് ഒരു ടീനേജിലുള്ള ഒരു കുട്ടി അവനെ ലിസൺ ചെയ്യാത്ത ഒരാളെ ഒരു തെറാപ്പിസ്റ്റിനെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇതായിരിക്കും. ഇപ്പൊ നമ്മൾ തന്നെ ക്രിങ്കില് സൈക്കോളജിസ്റ്റുകളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ മറിയെടുക്കുന്ന ഒരു നല്ലൊരു സ്റ്റെപ്പ് ഉണ്ടല്ലോ. അതെ, നമ്മള് പല കേസസ് കൊടുത്തത് ഒരു ഉപദേശം അല്ലാതെ ആ ഒരു റാപ്പോ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ ആ ഒരു ആംഗിൾ എന്നുള്ള അങ്ങനെ വളരെ കഴിവുള്ളവരെ മാത്രമാണല്ലോ നമ്മള് ക്രിങ്കിലൊക്കെ ഒരു ഉപദേശിക്കുന്ന സൈക്കോളജിസ്റ്റുകളെ നമ്മള് ശരിക്കും പറഞ്ഞാൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്ത എല്ലാരിലും നമ്മൾ കണ്ടൊരിതായിരുന്നു അല്ലെ, ഉപദേശിച്ച് ശരിയാക്കുക എന്നുള്ളതാണ് പ്രൈമറി ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് വരുന്ന കുട്ടികളും ഇതുപോലെ തന്നെ ഇപ്പൊ ആദ്യത്തെ 1-2 സെഷൻ എന്ന് വെച്ചാൽ ഇവരെ പേരൻസ് പുഷ് ചെയ്ത് കൊണ്ടുവരുന്നോണ്ട് തന്നെ ആ ഒരു ഇൻഹിബിഷൻ അവർക്ക് ഉണ്ടാവും. ഇവര് തന്നെ ഇപ്പം ഇന്ന കാര്യത്തിന് പറയും, എന്റെ അടുത്ത് സ്ക്രീൻ മാറ്റി വെക്കാൻ പറയും, ഇരുന്ന് പഠിക്കണം എന്ന് പറയും. ഈ ഒരു പെർസ്പെക്റ്റീവ് ആണ് അവർക്കുള്ളത്. അപ്പൊ അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുക, ഇനിഷ്യലി തന്നെ ആ ഒരു റാപ്പോ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അത് തന്നെയാണ് ഇവിടെ സക്സസ്ഫുൾ ആയതെന്ന് തോന്നുന്നു അല്ലെ. അദ്ദേഹവുമായിട്ടുള്ള ഹൗ ഇൻട്രസ്റ്റഡ് ഹി വാസ് ഇൻ ബിൽ ഗേറ്റ്സിന്റെ അഫയേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ വേറൊന്നുമില്ല. ശരിക്കും നമ്മൾ പേരൻസിനെ മിസ്സാവുന്ന അത് തന്നെയല്ലേ, നമ്മൾ മക്കളോട് ആ ഒരു കണക്ഷനും ആ ഒരു സംസാരവും അല്ലേ മെയിൻലി ഇപ്പൊ മിസ്സായി പോകുന്നത്. അവരെ കേൾക്കാൻ ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതെ അവരെ കേൾക്കാനുള്ളൊരു എന്നിട്ട് പിന്നെ ഇവര് പേരൻസിന്റെ അടുത്ത് പറയുമല്ലോ, നിങ്ങൾ കുറച്ചും കൂടെ ഫ്രീ ആക്കുമെന്നാണ്. അപ്പൊ പേരൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരിക്കലും അതല്ല പേരൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ 2.5 കൊല്ലം ഈ വെൻ ത്രൂ തെറാപ്പി. സാറ്റർഡേ അവിടെ ഡ്രോപ്പ് ചെയ്തിരുന്നു. എല്ലാ സാറ്റർഡേയും ഡ്രോപ്പ് ചെയ്തിട്ട് 2.5 കൊല്ലം എല്ലാ ആഴ്ചയിലും ഒരു തെറാപ്പി വീതം 2.5 കൊല്ലം ചെയ്യുക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ അത് ചെറിയൊരു കാര്യമല്ല. അത് ആ പേരൻസ് കൺസിസ്റ്റന്റ്ലി അതിന് ചെയ്യാൻ തയ്യാറായി. നമ്മൾ ആലോചിക്കണം, 1950s ഇത് നടക്കുന്നത്. നമ്മുടെ 2025 നമ്മൾ സംസാരിക്കുമ്പോൾ പേരൻസിന് എന്റെ മക്കൾക്ക് തെറാപ്പി വേണോ, അത് അവര് സൈക്കോളജിസ്റ്റിനെ കാണണോ, അത് എന്തോ ഒരു മോശമല്ലേ, അവർക്ക് കല്യാണം കഴിക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് മറിയം, എവറിത്തിങ് കംസ് വിത്ത് പ്രിവിലേജ്. അതായത് എഡ്യൂക്കേറ്റഡ് ആണ്, റിച്ച് ആണെങ്കിൽ ദേ നോ തിങ്സ്. അവർക്ക് നേരത്തെ കാര്യങ്ങൾ അറിയാം. ഇപ്പൊ എനിക്ക് തന്നെ കേരളത്തിലെ വൺ ഓഫ് ദ റിച്ച് ഫാമിലീസിലെ ഒരു ബിസിനസ് ഫാമിലിയില് അവരെ നമ്മുടെ ഈ ക്രിങ്ക് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഒരു സുഹൃത്താണ്. അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണ്. എന്നിട്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ മോൻ ഇങ്ങനെ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഐ വെൻ ടു ഇന്നൊരു ആളെ, ഒരു സൈക്കാട്രിസ്റ്റിനെ, സൈക്കോളജിസ്റ്റ് പോലെയല്ല, സൈക്കാട്രിസ്റ്റിനെ ഞാൻ കാണിച്ചു. അപ്പോൾ ആ മൂപ്പരും തെറാപ്പി ചെയ്തു. ചില സൈക്കാട്രിസ്റ്റുകൾ തെറാപ്പി ചെയ്തു. അപ്പൊ തെറാപ്പി ചെയ്തു, കൂടെ ഈവൻ ഹി ടുക്ക് മെഡിസിൻ. മൂപ്പര് വളരെ പ്രൗഡ് ആയിട്ടാണ് പറഞ്ഞത്, ഹി ടുക്ക് മെഡിസിൻ ഫോർ ദിസ് മച്ച് ലോങ് ആൻഡ് ഹി ഓവർകം ദാറ്റ്. അതായത് നമ്മളൊരു ടാബ് വിചാരിച്ചു, എന്റെ മോനെ കൊണ്ട് സൈക്കോളജിനെ കാണാൻ പോകുന്ന വിചാരിച്ചാൽ, മോളെ കൊണ്ട് പോയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു വിദ്യാഭ്യാസം എന്ന് മാത്രമല്ല, ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ വിവരമില്ലായ്മയുടെ ഒരു പ്രശ്നവും കൂടെയാണത്. അതായത് അവർക്കൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റവും വേഗം തന്നെ അത് സെറ്റിലാക്കി കൊടുക്കുക. അവരുടെ ഒരു സക്സസ് ആണല്ലോ നമുക്ക് ഫൈനലി വേണ്ടത്. അവര് സക്സസ്ഫുൾ ആയാൽ ഇതൊന്നും ആർക്കും ഒരു ഇഫ് ദേ ബിക്കം സക്സസ്ഫുൾ, നോബഡി കെയർസ് വെദർ 8 വയസ്സിൽ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ വെച്ച് ആ കുട്ടി തെറാപ്പിക്ക് പോയെന്നോ 9ാം ക്ലാസ്സിൽ വെച്ച്, ഇതൊന്നും ആർക്കൊരു കാര്യമല്ല. ചിലപ്പോ ഇവ പറയാനുള്ളവരാണെങ്കിൽ അത് പറയുമായിരിക്കും. അതിപ്പോ ഇതല്ലെങ്കിൽ വേറൊരു കാര്യം എന്തായാലും അവർക്ക് ഉണ്ടാവും പറയാൻ. എല്ലാ കാലത്തും നാട്ടുകാർക്കും കുടുംബക്കാർക്കും കുറ്റം പറയാൻ എന്തെങ്കിലും ഒരു വിഷയം എല്ലായിടത്തും ഉണ്ടാകും. പിന്നെ അതുപോലെ ഇദ്ദേഹം എത്രത്തോളം ആ തെറപ്പിസ്റ്റ് ബിൽ ഗേറ്റ്സുമായിട്ട് അടുത്തു വെച്ചാൽ, അദ്ദേഹം വായിക്കുന്ന ബുക്കിൽ നിന്ന് ഓരോന്ന് യൂസ് ടു ഷെയർ. അദ്ദേഹം വായിക്കുന്ന സൈക്കോളജി ബുക്സിന്റെ
അകത്തുനിന്നുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് ആൻഡ് ഇറ്റ് മേഡ് സെൻസ് ടു ബിൽ ഗേറ്റ്സ് എന്നാണ് പറയുന്നത്. And he started reading psychology. അതെ, He started reading psychology. അവിടെ എത്രത്തോളം ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന്റെ മേൽ കൂടി എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും ഓരോ പേരൻസും അല്ലെങ്കിൽ ഓരോ തെറപ്പിസ്റ്റും എല്ലാവരും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം മക്കളുടെ മേലെ കൂടുന്നു അത്രത്തോളം എത്ര പേര് നമ്മൾ തെറാപ്പി ചെയ്യുന്നവരുടെ മുകളിൽ നമ്മുടെ ഇൻഫ്ലുവൻസ് കൂടുന്നു. അത് തെറാപ്പിസ്റ്റുകൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ശരിക്കും. ഫൈനലി നമ്മൾ അവരെ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവ് അവരുടെ ഉള്ളിലേക്ക് എത്തിക്കുക, അവിടെയാണല്ലോ നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. ശരിക്കും പറയാം, എനിക്കിത് ഇങ്ങനെ വായിച്ച ശരിക്കും നാട്ടിൽ ഈ ഉപദേശകരെ ആവശ്യമില്ല. ഉപദേശകർ പ്രസംഗങ്ങൾ അതൊക്കെ ഓക്കെ, ആളുകൾക്ക് ജനറൽ പ്രസംഗങ്ങൾ അതേപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്, ദാറ്റ്സ് ഫൈൻ. അതല്ലാതെ ഒരു കുട്ടിയെ വിളിച്ചിരുത്തിയിട്ട് എന്താ പറയാ 2 മണിക്കൂർ ഉപദേശം കൊടുക്കുക, ആ കുട്ടി അയാളെയും വെറുക്കും. പിന്നെ എന്താ പറയാ, അയാൾ പറഞ്ഞ നല്ല നല്ല കാര്യങ്ങളായിരിക്കും അയാൾ പറഞ്ഞ, അതിനെ വെറുത്തിട്ട് വിൽ ഗോ എവേ. കാരണം ഈവൻ നമ്മള് പിന്നാണെങ്കിൽ ഉപദേശം ഇഷ്ടപ്പെടുന്നു. എന്നെ നിന്നെ ഒരാൾ വിളിച്ച് 1/2 മണിക്കൂർ അവിടെ ഇരുന്ന് ഉപദേശിച്ചാൽ നമ്മൾ എത്ര നേരം കേട്ടോണ്ടിരിക്കുന്നത്? ശരിയാണ്. ഇത് നമ്മുടെ വീട്ടിലെ കാരണവന്മാരാരെയും ആരും അവർ കാണാതില്ല. നമ്മുടെ ഈ വീഡിയോ കാരണവന്മാരെങ്കിലും നമ്മളെ വിളിച്ച് ഉപദേശിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കടിച്ചു പിടിച്ചിരിക്കും. നമുക്ക് പറഞ്ഞ പൊട്ടിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ പൊട്ടിച്ചിട്ട് നമ്മൾ എഴുന്നേറ്റ് പോകും. ഈവൻ നമ്മുടെ കൗൺസിലിംഗ് സെഷൻസിൽ തന്നെ ഇപ്പൊ ആദ്യമായിട്ടൊക്കെ വരുന്നൊരു ആദ്യത്തെ സെഷൻസോ 2ാമത്തെ സെഷനോ ഒക്കെ ആണെങ്കിൽ ശരിക്കും അവരും അവരുടെ കുട്ടികളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഞാനുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പലയിടവും തിരുത്താനുള്ളത് ഞാൻ ചിലപ്പോ ആദ്യത്തെ ഇതിൽ തിരുത്തലില്ല. കാര്യം അത് തിരുത്തുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു ഉപദേശമായിട്ടായിരിക്കും എൻ്റെ വരിക. പക്ഷെ അതല്ലാതെ ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്ത് ഐ ഹാവ് ദറ്റ് കണക്ഷൻ വിത്ത് ദം കംപ്ലീറ്റ്ലി എന്നെത്തുന്ന ഒരു സ്റ്റേജിലാണ് എടുക്കേണ്ട കാര്യങ്ങൾ ഓരോന്നായിട്ട് എടുത്താണ് നമ്മൾ ചർച്ച ചെയ്ത് സെറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അത് നമ്മളൊരു സൈക്കോളജിസ്റ്റ് ആണെങ്കിലും ഒരു തെറപ്പിസ്റ്റ് ആണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഫൈനലി വേണ്ടത് അവര് നമ്മൾ ചിന്തിക്കുന്ന ആ ആശയം, ഇപ്പൊ മക്കളാണെങ്കിലും നമ്മൾ പേരൻസ് എന്ന നിലയിൽ മക്കളാണെങ്കിലും നമ്മുടെ ആശയം ആ ഒരു പെർസ്പെക്റ്റീവില് മക്കള് കാര്യങ്ങൾ കാണുക എന്നുള്ളതാണ്. അല്ലാതെ നിർബന്ധിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എക്കാലോ പിറകെ നടക്കേണ്ടി വരും. ഈവൻ അപ്പൊ ആ ഒരു ഇൻഫ്ലുവൻസ് ബിൽഡ് ചെയ്ത് പോയത് കൊണ്ടാണല്ലോ ബിൽ ഗേറ്റ്സ് പറയുന്നുണ്ട്, ഈ തെറപ്പിസ്റ്റ് മെയ്ഡ് മീ റിയലൈസ് പേരൻസിന്റെ ലവ് എത്രത്തോളം എന്റെ മേലുണ്ട്, കുറച്ച് നാളാണ് ഞാൻ അവരുടെ കൂടെ ഇരുന്നത്. അൾട്ടിമേറ്റ്ലി യു വിൻ ദ വാർ. ബിൽ ഗേറ്റ്സ് തുടങ്ങുന്ന ഐ ആം അറ്റ് ദ വാർ വിത്ത് മൈ പേരൻസ്, ഞാൻ എന്റെ പേരൻസായിട്ട് യുദ്ധത്തിലാണ്. അപ്പൊ മൂപ്പര് എപ്പോഴും എന്നിട്ട് പറഞ്ഞതിന്റെ ഉത്തരം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, യു വിൽ വിൻ ദ വാർ. അൾട്ടിമേറ്റ്ലി വാട്ട് വിൽ, നമ്മുടെ ഒക്കെ മക്കൾ എന്ത്, നമ്മുടെ ഈസ, നമ്മുടെ മൂസ, ഇഷ, ഫാത്തിമ, ഇവർക്ക് ഒരു ദിവസം നമ്മുടെ അടുത്തത് എന്ത് ചെയ്യും, അവർ ഇൻഡിപെൻഡന്റ് ആയി അവർ സ്വന്തം വീടുകളിലേക്ക്, സ്വന്തം ലോകത്തേക്ക്, സ്വന്തം ഭാര്യമാരുടെ അടുക്കിലേക്ക്, ഭർത്താക്കന്മാരുടെ അടുക്കിലേക്ക്, കുടുംബത്തിലേക്ക് പോകും. നമ്മളാണ് എന്ത് ചെയ്യുക, അൾട്ടിമേറ്റ്ലി അനാഥരാകുക, ആ അർത്ഥത്തിൽ അനാഥരാകുക എന്ന് പറയുക അല്ലേ, നമ്മളല്ലേ അനാഥരാകുക. അവര് ശരിക്കും പറയാം ഇതേ അൾട്ടിമേറ്റ്ലി ഇതേ. അപ്പോഴും നമ്മൾ അവരെ ഇഷ്ടപ്പെടുകയും അവര് നമ്മളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ് അയാൾ റിയലൈസ് ചെയ്യിപ്പിച്ചെടുത്തത്. പിന്നെ അതിൻ്റെ അകത്ത് ഇതേപോലെ മുപ്പര് വേറൊരു രസകരമായ സംഭവമുണ്ട്. ചില ഉപദേശം ഇപ്പൊ നമ്മൾ പേരൻസിന്റെ ഒക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഞാൻ പണ്ട് എത്ര കിലോമീറ്റർ നടന്നു പോയി സ്കൂളിൽ പോയതെന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ. സത്യത്തിൽ ഈ തെറാപ്പിസ്റ്റിന് ഭയങ്കര ബാഡ് ഒരു പിന്നെ ചൈൽഡ്ഹുഡ് ഉണ്ട്, ഭയങ്കര അബ്യൂസ്ഡ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഉണ്ട്. ബിൽ ഗേറ്റ്സ് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ, റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ, ഈവൻ ദേ ഹാഡ് എ വെക്കേഷൻ ചെലവഴിക്കാൻ മാത്രമുള്ള വീടുകൾ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പം അങ്ങനെയുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു കുടുംബത്തിലുള്ള ബിൽ ഗേറ്റ്സ് അയാൾ ഒരിക്കലും പോലും പറഞ്ഞിട്ടില്ല നീ അനുഭവിക്കുന്നത്, നീ ഞാൻ എത്ര കഷ്ടം സഹിച്ചവരാണ്. ഈ പല ഉപദേശകരും പല പേരൻസും പല ടീച്ചേഴ്സും പറയലെന്താ, ഞങ്ങളുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു, നിങ്ങളുടെ കുട്ടിക്കാലം ചെറിയൊരു പെൻസിൽ വെച്ച് ഞാൻ ഇത്ര നാള് പോയിരുന്നു അല്ലേ. അപ്പൊ അതൊക്കെ വല്ലപ്പോഴും കേൾക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് അതിന്റെ ഒരു ഇത് ഉണ്ടാവും. ആ പണ്ടത്തെ കാലത്ത് ഇത്രയും ഇതായിരുന്നല്ലോ. ഉപദേശമായിട്ടല്ല കൊടുക്കേണ്ട, ഒരു ചരിത്രമായിട്ടാണ് കൊടുക്കേണ്ടത്. അന്നത്തെ ജീവിതം എങ്ങനെയായിരുന്നു, എനിക്കൊരു പുതിയ ഉടുപ്പ് കിട്ടുമ്പോ എപ്പോഴാണ്, അത് എല്ലാ കാലത്തും അറിയാം, എല്ലാവർക്കും പറയാനുണ്ട്. അറിയോ പിന്നാണെങ്കിൽ പണ്ട് കല്യാണക്കുറികളില് ഇങ്ങനെ എഴുതുമായിരുന്നു, എന്താണെന്നറിയോ, അതായത് നിങ്ങളുടെ റേഷൻ കൂടെ കൊണ്ടുവരണം എന്ന്. ഇത് ഇവരെല്ലാവരും റേഷൻ കൊണ്ടുവന്ന് അവിടെ അവർക്കൊക്കെ കടയിൽ നിന്ന് കിട്ടുന്ന റേഷൻ കൊണ്ടുവന്ന് അവിടെ കുക്ക് ചെയ്ത്, ആ കല്യാണ സ്ഥലത്ത് കുക്ക് ചെയ്ത് കഴിച്ചിരുന്ന ഒരു നാട് ഉണ്ടായിരുന്നു. നമുക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ നാട് പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ തൊട്ടടുത്ത ജനറേഷൻ ആയിരിക്കും നമ്മുടെ പേരൻസ്. അവര് പറയണത് അത് കഴിഞ്ഞിട്ടുള്ളതാണ്, അതിനായി അടുത്ത കാലഘട്ടമായിരിക്കും. ഇപ്പൊ നമ്മുടെ മക്കളടുത്ത് പറയണത് നമ്മുടെ കുട്ടിക്കാലത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു,
അപ്പൊ ഞങ്ങൾക്ക് അന്ന് ടി വിയിൽ എന്താ പറയാ, ഞങ്ങൾക്ക് അന്ന് ഒരു ചാനൽ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ നമ്മൾ അടിക്കുന്ന ഡയലോഗ് മനസ്സിലായില്ല. നമ്മുടെ മക്കടുത്ത് നമ്മൾ പറയാ ടി വിയിൽ ഒരു ചാനൽ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇപ്പൊ ഗൂഗിൾ ഇല്ലേ, ഞങ്ങൾ ലൈബ്രറിയിൽ പോകണം. എനിക്കൊന്ന് ഞാൻ ഈ ഡയലോഗ് അടിച്ചിട്ടുണ്ടെന്ന്, ഞങ്ങൾക്ക് ലൈബ്രറിയിൽ പോയി നോക്കിയാലേ കിട്ടൂ എന്നല്ലേ നമ്മൾ പറയുന്നത്. ബുക്ക് എടുത്ത് നോക്കിയാലാണ് ചിലപ്പോ നമ്മുടെ ഡൗട്ട് ക്ലിയർ ക്ലിയർ ചെയ്യാന്ന് പറയുമല്ലോ. അപ്പൊ പക്ഷെ അതൊരു ഉപദേശ ടൂൾ ആക്കാമായിരുന്നെങ്കിൽ ആ സൈക്കോളജിസ്റ്റ് ആക്കായിരുന്നു. അയാളത് ഉപയോഗിച്ചില്ല എന്നുള്ളത്, അത് ബിൽ ഗേറ്റ്സ് വേറെ എങ്ങനെ പറഞ്ഞതാണ് ഇയാളെ പറ്റി. ഇയാൾക്ക് ഒരു ബാഡ് ചൈൽഡ്ഹുഡ്. അല്ല, അത് അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് കാര്യത്തിൽ നിന്ന് ഇതിന്റെ ചെറിയൊരു ഐഡിയ കിട്ടി. ഹി ഡസന്റ് ടോക്ക് മോർ അബൌട്ട് ഹിം പറയുന്നുണ്ട്. അപ്പൊ ചെറിയ ഇത് അവിടെ നിന്ന് അതും ഒരു പേരൻസിനും തെറപ്പിസ്റ്റുകൾക്കൊക്കെ ഉള്ള ഒരു എന്താ പറയാ, ഒരു നല്ലൊരു ഒരു ആംഗിൾ ആണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ പേരൻസിനോട് കൂടുതൽ ഫ്രീഡം കൊടുക്കാനാണ് അവിടെ പറഞ്ഞത്. അത് അവരെ സംബന്ധിച്ച് ഒരു അത്ഭുതമായിരുന്നു, ഇദ്ദേഹത്തെ സംബന്ധിച്ചും. ബിൽ ഗേറ്റ്സും അതിനനുസരിച്ച് ഗ്രോ ചെയ്തു. ഐ ഓൾസോ ട്രൈഡ്. എന്നിട്ട് ബിൽ ഗേറ്റ്സ് പറയാന്ന് വെച്ചാൽ എന്റെ മാത്രം മാറ്റം കൊണ്ടല്ല, പലപ്പോഴും പേരൻസ് പ്രതീക്ഷിക്കുക അവരുടെ കുട്ടി മാറണം എന്നുള്ളതാണ്. പേരന്റും കൂടെ മാറിയപ്പോഴാണ് ബിൽ ഗേറ്റ്സിലെ ചേഞ്ചസ് വരുന്നത്. പിന്നീട് മറിയം, എനിക്ക് തോന്നുന്നു മറിയം വായിച്ചിട്ടില്ല, പക്ഷെ മറിയത്തിന് അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. അത് ശരിക്കും ഒരു സ്കൂൾ, ലേക്ക് സൈഡ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിലേക്ക് കുട്ടിയെ മാറ്റാണ്. ഒരു 3 ലക്ഷം എന്താ പറയാ, അവന്റെ ഹയർ എഡ്യൂക്കേഷൻ 8ോ അങ്ങനെ എന്തോ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അവിടെ ഒരു എന്താ പറയാ, ഒരു ലേണിങ്ങിനെ എങ്ങനെയാണ് എൻകറേജ് ചെയ്തിരുന്നത്, എങ്ങനെയാണ് വാല്യൂ ചെയ്തിരുന്നത്. അവിടെ കൂടി തെറാപ്പിസ്റ്റിന്റെ ഇതിലൂടെ ഹി സ്റ്റാർട്ടഡ് തിങ്കിങ് ഡിഫറെന്റ്ലി. അതേ സമയത്താണ് ഇങ്ങനെ പറയുന്ന ഒരു പുതിയ സ്കൂളിലെത്തൊക്കെ എടുക്കുന്നത്. ലേണിംഗ് വ്യത്യാസം എന്ന് വെച്ചാൽ മുമ്പത്തെ സ്കൂളിൽ വെച്ച് തന്നെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. നന്നായി ഡിസീസുകളെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ തുടങ്ങി. അവിടെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് പുതിയ സ്കൂളിൽ എത്തുന്നത്. അവിടെ വന്നപ്പം ബിൽ ഗേറ്റ്സ് ശരിക്കും പറഞ്ഞ ഒരു 0 നിന്ന് വീണ്ടും അവിടെ ഒരു പുതിയ സ്കൂളാണല്ലോ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ ഇപ്പോഴും എനിക്ക് അത് ഏത് പഴയ സ്കൂളാണോ പുതിയ സ്കൂളാണോ എന്ന് എനിക്കറിയില്ല. ബിൽ ഗേറ്റ്സ് കടയിൽ ഇവിടെ ചെന്ന് ബുക്ക് കിട്ടുന്ന സ്ഥലത്ത് നിന്നിട്ട് അവിടെ സ്കൂളിന്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, പേരൻസ് ഒരു എന്താ പറയാ, ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ ഒരു സാധനത്തിൽ കൊടുത്തിട്ട് കുട്ടികളെ സ്കൂളിന് തന്നെയുള്ള ഒരു ബാങ്ക് പോലെ ഒരു സംഭവം ചെക്ക് കൊടുത്തിട്ടാണ് എല്ലാം വാങ്ങുക. കുട്ടികൾ അവിടെ ഇപ്പം സ്റ്റോറിൽ നിന്നിട്ട് കുട്ടി ചെക്ക് എഴുതി കൊടുത്തിട്ടാണ്, ചെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഇൻസൈഡ് ഒരു ചെറിയ ബാങ്കിന്റെ ഒരു ചെക്ക് എഴുതി കൊടുത്തിട്ടാണ് എല്ലാ സാധനവും വാങ്ങുക. അപ്പൊ ഈ വെണ്ടർ എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോപ്പി ഓഫ് ഓൾ ദ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചു. എല്ലാ ടെക്സ്റ്റ് ബുക്കിന്റെ 2 കോപ്പി വീതം വാങ്ങിച്ചു. എന്നിട്ട് ഒരു കോപ്പി സ്കൂളിൽ വെച്ചു, ഒരു കോപ്പി വീട്ടിൽ വെച്ചു. അതായത് എന്നിട്ട് ഹി വെന്റ് ബാക്ക് ടു ഹോം ആൻഡ് സ്റ്റഡി, വീട്ടിൽ ചെന്നിട്ട് പഠിക്കും. അപ്പൊ ബിൽ ഗേറ്റ്സിന് ഞാൻ കഷ്ടപ്പെട്ടിട്ട് മാർക്ക് വാങ്ങുന്ന കുട്ടിയാണെന്ന് ബാക്കിയുള്ളവര് അറിയണത് ഇഷ്ടമല്ല. സ്റ്റഡി ഹാർഡാണ്, മനസ്സിലായി. അതായത് ആ ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് ഇത്. ഒരു എന്താ പറയുക, തല്ലിപ്പൊളി കുട്ടിയിൽ നിന്നും ഒരു നല്ല ഒരു കുട്ടിയായി ഞാനെന്നുള്ളത് ആരും അറിയണമെന്നില്ല, കാരണം ആ വില ആണ്. അപ്പൊ ഹീ സ്റ്റാർട്ടഡ്. അപ്പൊ വീട്ടിലൊരു കോപ്പി കിട്ടും, അതിരുന്ന് കുത്തിയിരുന്ന് രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കും. ഇവിടെ വന്നിട്ട് മറ്റേ ബുക്ക്. അപ്പൊ എല്ലാവരും വിചാരിക്കും ഒരു ബുക്കൊന്നും ഇല്ലാതെ പോയിട്ട് തിരിച്ചു വരുന്ന ആള് മാർക്ക് വാങ്ങുന്നു. ഈ സ്റ്റാർട്ടഡ് സക്സീഡ്. അതേസമയം തന്നെ മദർ അപ്പൊ തീരെ സോഷ്യൽ അല്ല ആള്. ഇപ്പം പിന്നെ ഒരു ബുക്കും വായിച്ച് എവിടെയെങ്കിലും ഇരിക്കും. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, ഒരു കാറിലിരുന്നാൽ ഒരു ബുക്ക് വായിച്ചിരിക്കും, റെസ്റ്റോറന്റിൽ പോയ ഒരു ബുക്ക് വായിച്ചിരിക്കും. അപ്പൊ ഹി ഡസൻ എന്താ പറയാ, ഒരു സോഷ്യൽ. അപ്പം വാട്ട് മദർ ഡിഡ് വാസ് ആക്ച്വലി സ്കൗട്ട് ഉണ്ടല്ലോ. അപ്പൊ അവിടെ US സ്കൗട്ട് കുറച്ചും കൂടെ രസകരമാണ്. അവര് ട്രക്കിങ്ങിന് പോകും, ലോങ് ട്രയൽസ് ഓഫ് ട്രക്കിംഗ്, വളരെ പ്രിപ്പയർഡ് ആയി പ്ലാൻഡ് ആയി 3, 4, 5 ദിവസം നീണ്ടു നിൽക്കുന്നത്. അത് കുട്ടികൾ മാത്രമുള്ള ട്രക്കിങ്ങിലേക്കൊക്കെ പിന്നീട് എത്തി. അങ്ങനെ 4 ദിവസമൊക്കെ. അപ്പൊ ഒരു ടെന്റ് കെട്ടി നിന്ന് അവിടെ പാചകം ചെയ്ത് അല്ലെങ്കിൽ കുക്ക് ചെയ്ത് അങ്ങനെ പോകുന്നിട്ടൊക്കെ. അപ്പൊ അതൊക്കെ ഒരു മദർ അവിടെ ഒരു നല്ല സ്റ്റെപ്പ് എടുത്ത ഒരു ആളെ സോഷ്യലൈസ് ചെയ്യണം എന്നുള്ള ആ ഒരു മദറിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ക്രെങ്കിലും കുറെ പേരൻസ് അങ്ങനെ ഉണ്ട്. അതായത് സോഷ്യൽ സ്കിൽസ് ലാക്കിംഗ് ആകുമ്പോൾ ഒന്ന് ആ ഇന്ററാക്ഷൻ എന്നുള്ളത് ഭയങ്കര അത്യാവശ്യമുള്ള ഒരെണ്ണമാണല്ലോ. അപ്പൊ അതുപോലെ ഇഫേർട്ട് എടുത്ത് ഓരോ ഗ്യാതറിങ്സിന് കൊണ്ടുപോകാനും അങ്ങനെ ഗ്യാതറിങ്സ് ഹോസ്റ്റ് ചെയ്യാനും റെഗുലർ ബേസിസിൽ തന്നെ കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ എൻഷുർ ചെയ്യാനും ഒക്കെ. സ്പെക്ട്രത്തിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഒരുപാട് പേരൻസ് അങ്ങനെയും കഷ്ടപ്പെടുന്നുണ്ടാവുമല്ലോ. അപ്പൊ അതെല്ലാം ശരിക്കും ആ ഇഫേർട്സ് എല്ലാം കുട്ടികളുടെ ഒരു നന്മയിലേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നീട് നമ്മൾ ബിൽ ഗേറ്റ്സിനെ കാണാൻ വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കൂളിലേക്ക് ഒരു കമ്പ്യൂട്ടർ വരാണ്. കമ്പ്യൂട്ടർ അല്ല വരിക, ശരിക്കും പറഞ്ഞാൽ മെയിൻ ഫ്രെയിം വേറെ സ്ഥലത്തുണ്ടാവും. അതിലേക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടെലിപ്രോംപ്റ്റർ, ഒരു ചെറിയ മിഷൻ, ടൈപ്പ് റൈറ്റർ ഒരു മിഷൻ കാണാൻ പ്രിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഡയൽ ചെയ്ത് മെയിൻ കമ്പ്യൂട്ടറിലേക്ക് പോയിട്ട് ഇവിടെ കോഡ് എഴുതി ആ കോഡ്
എഴുതിയത് വായിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അവിടെ തന്നെ പ്രിന്റ് ചെയ്തിട്ടാണ്. ഓക്കെ. എന്നിട്ട് പ്രിന്റ് ചെയ്തിട്ടാണ്, സ്ക്രീൻ ഇല്ല. സ്ക്രീൻ ഇല്ല, പ്രിന്റിംഗ് ആണ്. എന്നിട്ട് ഇത് കറക്റ്റ് ആണോ നോക്കിയിട്ട് ഇത് അങ്ങോട്ട് ഡയൽ ചെയ്യാണ്. അപ്പൊ ആ കമ്പ്യൂട്ടറിലേക്ക് ഒരുപാട് ഇങ്ങനത്തെ മെഷീനുകൾ കണക്റ്റഡ് ആയിരുന്നു. അപ്പൊ ഇവരുടെ ടേൺ അനുസരിച്ച് എത്ര നേരം ഉപയോഗിക്കുന്നു അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് ഈ കോഡ് റൺ ചെയ്യും. അത് എറർ ആണെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞിട്ട് തിരിച്ച് എറർന്ന് വരും. അപ്പം അങ്ങനെ ഒരു സാധനം വരെയാണ്. അവിടെ നിന്നാണ് മൂപ്പരുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, അവർ ഒരുമിച്ചാണ് മൈക്രോസോഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാനം പോൾ അലൻ മരണപ്പെട്ടിരുന്നു. ഞാൻ പോൾ അലന്റെ മെമ്മോയർ വായിച്ചിരുന്നു. ഐഡിയ മാൻ എന്നാണ് ആക്ച്വലി, പഴയ കുറെ മുമ്പ്. ഇതിപ്പോ ഇറങ്ങിയതാണെങ്കിലും മറ്റേത് കുറെ മുമ്പ് അയാൾ മരണപ്പെട്ടു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അവസാനത്തിൽ അക്നോളജ്മെന്റില് ലാസ്റ്റ് എനിക്ക് തന്നെ ഇങ്ങനെ ഒരു അക്നോളജ്മെന്റ് വായിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടൊന്ന് കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, മൈ ലൈഫ് വുഡ് നോട്ട് ഹാവ് ടേൺഡ് ഔട്ട് ദ വേ ഇറ്റ് ഹാസ് if not for Paul Allen, my friend, my partner and my God. Paul died too young. Writing this book gave me a chance to relive those wonderful years when we were the closest, a time which we created something truly remarkable. പോളും അദ്ദേഹത്തിന്റെ ഐഡിയ മാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഹി വാസ് ആക്ച്വലി എന്താ പറയുക, ബിൽ ഗേറ്റ്സ് ഇല്ലെങ്കിൽ അയാളില്ല, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പം എൻ്റെ ഒരു പിന്നാണെങ്കിൽ കസിനൊക്കെ ഇങ്ങനെ ബിൽഗേറ്റ്സിനെ കളിയാക്കി പറയുന്നുണ്ട്. അതായത് എന്താ പറയാ, ബിൽഗേറ്റ്സ് ഇങ്ങനെ മോഷ്ടിച്ചെടുത്ത് മൈക്രോസോഫ്റ്റിന്റെ രാജാവായെന്നൊക്കെ പറയും. വളരെ അറിവില്ലായ്മയാണ് അതൊക്കെ. പോൾ അലൻ എഴുതിയിട്ടുണ്ട് ആക്ച്വലി പല ഐഡിയാസും കൊണ്ടുവരുമെങ്കിലും നല്ല ബെസ്റ്റ് ഇദ്ദേഹമാണ് പിക്ക് ചെയ്ത് എങ്ങനെയാണ് വിച്ച് വൺ ക്യാൻ ബി പുട്ട് ഇൻടു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. ഡെവലപ്മെന്റിൽ പോലും ഡെവലപ്ഡ്, അയാളുടെ ഡെവലപ്മെന്റിനെ കുറിച്ചും ഒക്കെ ഒരിക്കലും ബിൽഗേറ്റ്സ് ഇല്ലായിരുന്നെങ്കിൽ മൈക്രോസോഫ്റ്റ് ഹാപ്പൻ ചെയ്യില്ലായിരുന്നു, മൈക്രോസോഫ്റ്റ് സക്സസ്ഫുൾ ആവില്ലായിരുന്നു. അതായത് മൈക്കിൾ ജോർഡനുമായിട്ടാണ്, എനിക്ക് മൈക്കിൾ ജോർഡനെ പോലെ വേറൊരാളെ അറിയാവുന്നത് ആകെ ബിൽഗേറ്റ്സ്. അതായത് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ ഏകദേശം ഒരു 8-9 ചാപ്റ്ററോളം ബിൽഗേറ്റ്സിന്റെ മഹത്വം പറയാണ് പോൾ അലൻ ചെയ്യുന്നത്. ആ പോൾ അലൻ അത് എന്താണ് ഈ അരജ്ഞാനികൾ അല്ലെങ്കിൽ കാജ്ഞാനികളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം തിരിച്ച് ഇതിലേക്ക് വന്ന് അങ്ങനെയാണ് പോൾ അലനെ മീറ്റ് ചെയ്യണം ഈ സ്ഥലത്ത്. അപ്പം ശരിക്കും ബിൽഗേറ്റ്സിന് ലൈഫിൽ ഒരു ലക്ഷ്യം കിട്ടാണ്, ഒരു 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 അതും ആ ഒരു കോഡിങ് എക്സ്പീരിയൻസ് ആയിട്ട് ബാക്കിയുള്ള പഠനത്തിലെല്ലാം നല്ല ഹെൽപ്ഫുൾ ആവുകയാണ്. മാത്തിന് he started doing math better. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. കാരണം മാത്ത് നമ്മൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ സബ്ജക്ട്സുകളും നമുക്ക് എളുപ്പമായിട്ട് നമുക്ക് തോന്നും, അതെല്ലാം കണക്റ്റഡ് ആണല്ലോ, കണക്ട് ആയിട്ട്. അപ്പം കോഡിങ്ങിന് വേണ്ടുന്ന ഏകദേശം ഒരു ലോജിക്കൽ തിങ്കിങ് ആണ്. അപ്പം ഇയാൾക്ക് സ്കൂൾ ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായി. പിന്നെ അവിടെയും സ്കൂളും അറിയാം. ഇവരെ ഒരു അഡൾട്ട്സിനെ പോലെ കാണുകയും ആ സ്കൂളിന്റെ രീതി തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവർക്ക് പ്രൊജക്റ്റുകൾ ഏൽപ്പിക്കുകയും അവർക്ക് റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുകയും അവരെ ഇങ്ങനെ പുറകിൽ നടന്നു. അന്ന് ടീച്ചേഴ്സിന് ആക്ച്വലി അറിയില്ല ഡെവലപ്മെന്റ്, കോഡിങ് അറിയില്ല. അവിടെ ടീച്ചേഴ്സിന് അറിയില്ല, ഒരാൾക്ക് വളരെ കുറച്ചറിയാം, ഒരു ദിവസം പഠിപ്പിക്കാനുള്ള പോർഷൻ അവർക്കറിയാം. അതിനപ്പുറം അവിടെ എന്തില്ല, ആർക്കും കോഡിങ് അറിയില്ല. എന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ അത് ഏറ്റെടുത്ത ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവരെടുത്ത് അന്ന് ടെക്സ്റ്റ് ബുക്കുകൾ പോലും എഴുതിയിട്ടില്ല. ഇവര് സ്വയം അതിന്റെ മാനുവൽ ഫിഗർ ഔട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്യാണ്. എന്നിട്ട് ഈ ടീച്ചേഴ്സ് എന്ത് ചെയ്തു എന്നറിയോ, 1-2 കൊല്ലത്തിനുള്ളിൽ തന്നെ ഈ ആളുകളുടെ അടുത്ത് കോഡിങ്ങിനുള്ള ക്ലാസ് എടുക്കാൻ പറഞ്ഞു സ്കൂളില്. ഇവര് മാർക്ക് ഇടുന്നു, കുട്ടികൾക്ക് ഇവര് മാർക്ക് ഇടുന്നു, പരീക്ഷ നടത്തുന്നത് മാർക്ക്. ആ ഉത്തരവാദിത്വം ഇവരെ ഏൽപ്പിക്കാൻ കഴിയണ ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. എനിക്ക് ഇത് 1950-കളിൽ പിന്നെ എന്താ പറയാ 50-കൾക്ക് അറൗണ്ട് നടക്കാണ്, 50-കൾക്ക് താഴെയോ മുകളിലോ ആയിട്ട് ആ ഒരു പീരീഡ്, അല്ലെങ്കിൽ 1940 തൊട്ട് 1960-കൾ ആ സമയത്ത് തുടങ്ങുകയാണ്, നടക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ 60-കൾക്ക് അടുത്ത് 58-ലൊക്കെ നടക്കാതെ ആ കാലത്ത് പോലും ഒരു സ്കൂൾ ഇത്രയേറെ പ്രോഗ്രസീവായി ചിന്തിക്കുക. അതെ, ഇപ്പൊ ഒന്ന് നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുട്ടികൾക്ക് പറ്റാത്ത സബ്ജക്ട്സിലായിരിക്കും നമ്മൾ അവരെ ആക്ച്വലി സ്ക്രൂ ചെയ്യുക. ഇവിടെ എന്ന് പറയുമ്പോ അവർക്ക് താല്പര്യമുള്ള സബ്ജക്ട്സിൽ അവര് പൊങ്ങി വരാനുള്ള ആ ഒരു ഇതും. പൊതുവെ ടീച്ചേഴ്സ് നമ്മളെക്കാളും കുറച്ചുകൂടെ വിവരമുണ്ട് കുട്ടിക്കെന്ന് പറഞ്ഞാൽ അതൊരു റെഡ് സിഗ്നൽ ആയിട്ട് കൂട്ടി അവരെ നമ്മുടെ ലെവലിൽ വെക്കാനാണല്ലോ ട്രൈ ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ആ കിട്ടിയ ഫ്രീഡവും അതെല്ലാം നല്ല നമുക്ക് ലേണിംഗ് ഉള്ള കാര്യങ്ങളാണല്ലോ. ശരിക്കും കുട്ടികൾക്ക് ഇപ്പോൾ എക്സാം ടൈമും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരുപാട് അങ്ങോട്ട് അവരെ പിറകെ നടന്ന് എല്ലാത്തിനും ഒരു 90+ എന്നുള്ള ഒരു ഇത് ശരിക്കും നമുക്ക് ആ എക്സ്പെക്ടേഷൻ വേണ്ടല്ലോ. അവർക്ക് നല്ല രീതിയിൽ പഠിച്ചെടുത്താൻ പറ്റുന്നതിൽ അവരുടെ കഴിവിനൊത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക.
മറ്റതിന് നമ്മുടെ എക്സ്പെക്ടേഷൻ അവരുടെ ആ ഒരു ലെവലിനനുസരിച്ച് എത്തുക എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളെ ജവഹർ പ്രിൻസിപ്പളുമായിട്ടിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണല്ലോ, ഒരു കുട്ടി 10-ലൊക്കെ ബാക്കി പല വിഷയങ്ങൾക്കും മാർക്ക് കുറവാണ്, മാത്ത് ഫിസിക്സ് കെമിസ്ട്രിക്ക് മാത്രമേ അവന് മാർക്കുള്ളൂ. അവൻ 12th-ലെത്തി മാത്സ് ഫിസിക്സ് കെമിസ്ട്രി കഴിഞ്ഞു, അവൻ JEE അഡ്വാൻസ് കിട്ടി, ഫസ്റ്റ് ചാൻസ് JEE അഡ്വാൻസ് കിട്ടി. അപ്പം പറ്റിയ IIT കിട്ടിയില്ല, സെക്കൻഡ് ടൈം റിപ്പീറ്റ് ചെയ്ത് അവൻ ഇഷ്ടപ്പെട്ട IIT-ൽ ഇഷ്ടപ്പെട്ട കോഴ്സിനെടുത്തു. ഇപ്പൊ എല്ലാ 10ാം ക്ലാസ്സിലെ എല്ലാ പേപ്പറിനും A+ കിട്ടുന്ന ഒരു കുട്ടിയാണോ വേണ്ടത്, IIT-ല് JEE അഡ്വാൻസ് കിട്ടിയ IIT-ൽ ജോയിൻ ചെയ്ത കുട്ടിയാണോ വേണ്ടെന്ന് ചോദിച്ചാൽ ഐ സേ ഗോ വിത്ത് ദ സെക്കൻഡ്. അപ്പോ പലപ്പോഴും നമ്മുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ആ ഒരു ഏരിയ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ഏരിയ അറൗണ്ട് ആയിരിക്കുമല്ലോ. അപ്പൊ ബാക്കിയുള്ളതിൽ എന്താ എവിടെ ചലഞ്ച് എന്ന് മനസ്സിലാക്കി അവരെ ഒരു മിനിമം ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം അവിടെ നമ്മുടെ ഗോൾ. ശരിക്കും അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന പ്രഷർ, അവരെ കൊണ്ട് തീരെ പറ്റാത്ത വിഷയങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് അവരെ മറ്റേ നല്ല സബ്ജക്ട്സ് പോലും, അവർക്ക് പറ്റുന്ന സബ്ജക്ട്സ് പോലും പഠിക്കാൻ പറ്റാത്ത രീതിയിൽ സ്ട്രെസ്ഡ് ആക്കുന്നുണ്ടല്ലോ. വേറെ എനിക്ക് ഇതിന്റെ അകത്തൊരു മോറൽ സൈഡ്, ഒന്നിപ്പം ഇവരും പോളനുമായിട്ടുള്ള ഒരു സൗഹൃദം ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അതിലൊക്കെ തന്നെ എന്താ പറയാ അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു ഹാർവാർഡിൽ അഡ്മിഷൻ കിട്ടുന്നു, അവിടെ പഠിക്കുന്നു. അപ്പം അവിടെ പഠിക്കുമ്പോ കണക്ക് പഠിക്കാൻ വേണ്ടിയാണ്, എന്താ പറയാ, ഒരു മാത്തമാറ്റീഷ്യൻ ആവണം എന്ന ആഗ്രഹത്തിലാണ് ഹാർവാർഡിൽ എത്തുന്നത്. അപ്പം ശരിക്കും പറയാം മൂപ്പർ റിയലൈസ് ചെയ്യാണ്, പിന്നാണെങ്കിൽ ഹാർവാർഡിൽ എത്തുമ്പോൾ എല്ലാവരും എല്ലാ സ്കൂളിലെയും ടോപ്പേഴ്സ് ആണല്ലോ അവിടെ, ഞാൻ അതിൽ ഒരാൾ മാത്രമാണ് എന്നുള്ള റിയലൈസേഷൻ മൂപ്പരെ സംബന്ധിച്ച് വളരെ ഒരു അപ്പം മാത്തമാറ്റിക്സിൽ എനിക്ക് ആരും ആവാൻ പറ്റൂല, അല്ലെങ്കിൽ അതിലെല്ലാം ആവുന്നവർ അത് എന്നേക്കാൾ വലുതാണെന്ന് അതൊക്കെ ഒരു കുട്ടി റിയലൈസ് ചെയ്യണം. പക്ഷെ അവിടെ അല്ല, എനിക്ക് അതിലും ഒരു പ്രിവിലേജ്ഡ് ക്ലാസ്സിന് കിട്ടുന്ന ഒരു വലിയൊരു ഗുണം നമ്മൾ പേരൻസ് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇയാൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ബേസിക് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട് ചെയ്യുന്ന ഒരു കമ്പനിക്ക്, പിന്നീട് ഒരു കമ്പനി വാങ്ങുന്ന രൂപത്തിലേക്ക് അവർ പ്രൊജക്ട് ചെയ്യുന്നത്. അത് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടണിൽ പഠിച്ചുകൊണ്ടിരുന്ന സ്വന്തം സുഹൃത്തിനെ ഇവിടെ കൊണ്ടുവരികയും, അന്ന് യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ കമ്പ്യൂട്ടർ ഉള്ളൂ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പ്യൂട്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ അങ്ങനത്തുള്ള കമ്പ്യൂട്ടറിന്റെ അടുക്ക പോയിരുന്ന് ലാബിൽ കൊണ്ടുവരുന്നു. ലാബൊക്കെ കുറച്ച് ഫ്രീ ആണ്, പക്ഷെ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. കുറെ കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ കണ്ടെത്തുന്നത് ഇങ്ങനെ ആൾ വരുന്നു, ഇവരിവിടെ ഡെവലപ്പ് ചെയ്തു എന്നൊക്കെയുള്ള അതൊരു അന്വേഷണ കമ്മിറ്റി, അതായത് ഹയർ ഇതിന് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനുള്ള കമ്മിറ്റിയിലെത്തുന്നു. അപ്പൊ ഡിസ്മിസ് ചെയ്യാൻ, അതായത് ഹാർവാർഡിൽ പഠിച്ചിട്ട് പോലും ഇല്ല എന്നുള്ള രൂപത്തിൽ മായ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനത്തെ ഡിസ്മിസൽ ഉണ്ട്. അവിടുന്ന് ഹാർവാർഡിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതായി പോലും രേഖയിൽ കാണുന്നില്ല. അവർ എൻറ്റയർലി എന്ത് ചെയ്തിരിക്കും, അവിടെ ഉണ്ടായിട്ട് പോലും ഇല്ലാത്ത വണ്ണം മാറ്റുന്ന രീതി ഉണ്ടാക്കി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ലോയറായ ഫാദറിനെ വിളിക്കുന്നു. ഫാദർ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കോളേജിനെ വിളിക്കുന്നു. അവിടെ ഫാദർ സംസാരിക്കുന്നു. ഫാദർ വളരെ ഡീറ്റെയിൽഡ് ആയി കാര്യങ്ങൾ സംസാരിക്കുന്നു. എന്നിട്ട് അപ്പം ഫാദർ അവിടെ എല്ലാ നിയമപരമായ കാര്യങ്ങളും ചോദിക്കുന്നു. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രൊസീജിയർ, ചൂടാവുന്നോ എടുക്കുന്നോ ബഹളം വെക്കുന്നോ ഒന്നുമില്ല. നിങ്ങൾ എന്തൊക്കെയാണ്, പക്ഷെ നിങ്ങൾ ഫെയർ ആയുള്ള, നിങ്ങളുടെ ഭാഗത്ത് തെറ്റ്, അവരുടെ ഭാഗത്ത് തെറ്റുണ്ട്, അവരവിടെ നോട്ടീസ് ഒട്ടിച്ചിട്ടില്ല, വേറെ ആരും വരാൻ പാടില്ല, വേറൊന്നും ചെയ്യാൻ പാടില്ല, അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടാവണം, ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ അതൊക്കെ വളരെ കൃത്യമായ റൈറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ബിൽഗേറ്റ്സും വളരെ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയാം, അതിൻ്റെതായ ചെറിയ ടെൻഷൻ ഉണ്ട്, പക്ഷെ അയാളുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു, പഠിക്കുന്നു, എഴുതുന്നു. അപ്പൊ എനിക്കപ്പം അവിടെ ഒരു പ്രിവിലേജ്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹാർവാർഡ് തീരുമാനിക്കുന്നു പുറത്താക്കേണ്ടതില്ല, ഒരു ശിക്ഷയില്ല എന്നുള്ള രൂപത്തിൽ ഇയാളെ തിരിച്ചെടുക്കുന്നു. ഇപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഐക്യം ഉള്ള ഒരാളുണ്ട്, അയാളുടെ പേര് ക്രിസ്റ്റഫർ ലാംഗൻ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഐക്യം ഉള്ളതായി പറയപ്പെടുന്നത്. അയാള് കോളേജിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. എന്റെ കാരണം ആദ്യത്തെ കോളേജിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഐക്യമുള്ള മനുഷ്യൻ ആദ്യത്തെ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെടാൻ ഉണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, മൂപ്പർ സ്കോളർഷിപ്പ്, മൂപ്പർക്ക് വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ്. അപ്പൊ അവിടുത്തെ സ്കോളർഷിപ്പില് എഴുതേണ്ട ഒരു കാര്യം തെറ്റിപ്പോയി എന്നുള്ളതുകൊണ്ട് സ്കോളർഷിപ്പ് ക്യാൻസൽ ആയി. മൂപ്പർക്ക് പോയെന്ന് സംസാരിച്ച ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക്, അത് മാറ്റാനുള്ള അതിനുള്ള ഒരു എന്തില്ല, അതായത് ഒരു തീരുമാനങ്ങളെ, തങ്ങളുടെ മുകളിലെടുത്ത തീരുമാനങ്ങളെ പോയി ചോദ്യം ചെയ്യാനും അത് മാറ്റാനും ആ ഗതി മാറ്റാനുമുള്ള കഴിവ് ശരിക്കും പറഞ്ഞാൽ മൂപ്പര് അടുത്തടുത്ത് വീണ്ടും മൂപ്പര് വേറൊരു കോളേജ് ജോയിൻ ചെയ്യുന്നുണ്ട്. ലോകത്ത് ഏറ്റവും ഐക്യമുള്ള മനുഷ്യനാണ്. അത് ബിൽഗേറ്റ്സിനേക്കാൾ ഐക്യമുള്ള മനുഷ്യൻ. അദ്ദേഹം അടുത്ത കോളേജിൽ ജോയിൻ ചെയ്തടുത്ത് അദ്ദേഹം വേറൊരു ജോലിയും ചെയ്തുകൊണ്ടാണ്. അപ്പം മൂപ്പർക്ക് പിന്നാണെങ്കിൽ എന്തില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കാറില്ല വരാൻ വേണ്ടി. അപ്പൊ ഏതോ മഞ്ഞുകാലത്ത് എന്തോ പ്രശ്നം വന്നിട്ട്
മൂപ്പര് ആ ക്ലാസ് ഒന്ന് ഉച്ച കഴിഞ്ഞ് ആക്കി തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് അതിന്റെ പേരിൽ മൂപ്പര് എന്ത് ചെയ്യാണ് അവിടുന്ന് വിടുകയാണ്. അവര് ചെയ്തു കൊടുത്തില്ല. അങ്ങനെ ആക്കാനും എടുക്കാനോ അതുകൊണ്ട് ആക്കി എടുക്കാനോ ഒന്നും മൂപ്പർക്ക് അവരുടെ കഴിവില്ലായിരുന്നു. ശരിക്കും അതിനെപ്പറ്റി ഒരു പഠനം നടന്നിട്ടുണ്ട്. ലേൺഡ് ഹെൽപ്ലെസ്നെസ് പോലെ ഒരു ഇതാണെന്ന് തോന്നുന്നല്ലേ. അതായത് നമുക്ക് പറ്റില്ല അത് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഒന്നും നമുക്ക് പറ്റില്ല, അത് അങ്ങനെയാണെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു അങ്ങനെ തന്നെ ഇദ്ദേഹം ഒരു വട്ടം പോയി ചോദിക്കുന്നു. പക്ഷെ ആ ഒരു തീരുമാനത്തെ മാറ്റിയെടുക്കാനുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞ ഒരു റിസർച്ചറിന്റെ സ്റ്റഡി തന്നെ ഉണ്ടായിരുന്നു. കുറെ ടൈപ്പ് ഓഫ് പേരൻസിനെ എടുത്തിട്ട് ഇവര് അവരുടെ കൂടെ ഷാഡോ ചെയ്യാണ്, കൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഷാഡോ ചെയ്യാണ്. എന്നിട്ട് ഇവര് ലോങ് ആയിട്ട് സ്റ്റഡി ചെയ്യാണ്. അപ്പം കുട്ടികൾ അവരുടെ പേരൻസ് കാര്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് ഇപ്പൊ മാറിയന്റെ കുട്ടിക്ക് എന്താ എത്ര മാർക്ക് കുറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ ആ മാർക്ക് കൂട്ടിയില്ല എന്നൊക്കെ ചോദിക്കുമല്ലോ. നമ്മളതൊരു മോശം, ഞാൻ ഉൾപ്പെടെ ഒരു മോശമായിട്ട് കാണുന്ന ഒരാളാണ്, അങ്ങനെ ചോദിക്കേണ്ടതില്ലാണ്. പക്ഷെ അങ്ങനെ ചോദിക്കുന്ന പേരൻസിന്റെ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ ശരിയാണ്. ഇപ്പൊ ചിലർക്ക് ഉണ്ടല്ലോ, എന്റെ കുട്ടിക്ക് എന്തുകൊണ്ട് ഫസ്റ്റ് കിട്ടിയില്ല പാട്ട് മത്സരത്തിന്, അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ കലോത്സവത്തിന് മറ്റേ ഇതിന് പോയിട്ട് കോടതിയിൽ പോയി വിധി വാങ്ങിച്ചുകൊണ്ട് വന്ന കുട്ടി, അങ്ങനെയൊക്കെയുള്ള പേരൻസ് ഉണ്ട്. ഈ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു 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 നോ കഴിവ് എന്താന്ന് വെച്ചാൽ അതൊരു ഇമ്പോർട്ടൻസ് സാധനമാണ്. എന്താന്ന് വെച്ചാൽ ഈവൻ ഒരു ഡിസിഷൻ വന്നാൽ പോലും ക്വസ്റ്റ്യൻ ചെയ്യാം, അതിനെ റൈറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന്. ചെയ്യാൻ നമുക്ക് റൈറ്റ് ഉണ്ടെന്നും. പക്ഷെ അത് ഒരു നല്ലൊരു പ്രാക്ടീസ് ആയിട്ട് തോന്നില്ല ഇങ്ങനെ. അതായത് ഒരാള് ഫസ്റ്റ് വന്നു, അടുത്ത് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ അടുത്ത് പോകുന്നത് ഒരു നല്ലൊരു ഞാൻ കാര്യം. അങ്ങനെ കരുതുന്ന ഒരാളാണ്, എന്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാട്. പക്ഷെ എന്നാ അവർക്ക് വേർ ദേ ഹാവ് ടു സ്റ്റാൻഡ് ഫോർ ദംസെൽസ് എന്നുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. എനിക്കൊന്ന് നിന്റെ അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതായത് പിന്നെ ആണെങ്കിൽ അങ്ങനെയല്ല, നിനക്കിപ്പോ ഒരു എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ് ആയിട്ട് അതായത് പറഞ്ഞ ടൈപ്പ് അല്ല. നീറ്റ് പറഞ്ഞ ടൈപ്പ് അല്ല, പക്ഷെ ആ കൂടെ നിൽക്കാന്ന് പറയുന്ന സാധനം, അത് മക്കളുടെ കൂടെ അവർക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിന് കൂടെ നിൽക്കുക, അതിലൊരു നീതിപരമായി ചോദ്യം ചെയ്യുക എന്നുള്ള സാധനങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ചും പണ്ടൊരു ജോയിന്റ് ഫാമിലി ഒക്കെ ആയിരുന്നു നമ്മള് മാറി താമസിക്കുന്നത് മുന്നേ. അപ്പൊ അവിടെയൊക്കെ അറിയാലോ, ഇപ്പൊ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുട്ടികളെയൊക്കെ കുറ്റം പറയുന്നതൊക്കെ ഉണ്ടാവും. അമ്മ എപ്പോഴും നമ്മുടെ സൈഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരാളായിരുന്നു. അതിന്റെ കൂടെ കൂടി നിനക്ക് ഒരു കുറ്റവും കൂടെ പറയാതിരിക്കുക എന്നുള്ളതാണ് അടുത്ത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ മറിയത്തിന്റെ ഓരോ കാര്യത്തിനെയും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഒരു മറിയത്തെ ഞാനത് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്റെ ഒരിടത്ത് ഒരു നോ കണ്ടാലും അടുത്ത അവിടെ ചോദിക്കാം, മറ്റിടത്ത് പോയി ചോദിക്കാം. ഇപ്പം ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്ന മറിയം ഡോക്ടറെ കാണാൻ പോകുന്നത്, ഞാൻ എത്രയും പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കും. മറിയം എന്താണ് എന്താ പറയാ കൊടുത്ത പൈസയുടെ 3 ഇരട്ടി അവിടുന്ന് എന്തെങ്കിലും ചോദിക്കണ്ടേ? അതാണ്. അല്ല ഞാൻ പറയുന്നത് അതൊക്കെ ഒരു അതും ഒരു എന്താ പറയാ ആ ഒരു പ്രിവിലേജിന്റെ വ്യത്യാസം ഇവിടെ എന്തുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്, കുട്ടികളുടെ ജീവിതത്തിൽ സ്കൂളിൽ കോളേജിൽ ഇടപെടുന്നത്. എന്നിട്ട് പിന്നാണെങ്കിൽ എന്താ പറയാ ഗ്രാനി പിന്നാണെങ്കിൽ ഇതിന്റെ എൻഡില് ഈ ഒരു തീരുമാനങ്ങൾ നടക്കുന്ന സമയത്ത് അവരുടെ ഗ്രാൻഡ് മദർ, അവര് നല്ലൊരു ലേഡിയാണ്. അവരെ കാർഡ് ഗെയിംസ് പഠിപ്പിച്ചതും കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അങ്ങനെ ഇൻവോൾവ് ആണ് അവര്. എന്നാൽ അതും രസകരമായ സംഭവമാണ് കേട്ടോ. ഒരു ഗ്രാൻഡ് പേരന്റിന് നോക്കി പഠിക്കാവുന്ന ഒരു പിന്നാണെങ്കിൽ ഒരു ക്യാരക്ടറാണ് ഇവരുടെ ഗ്രാൻഡ്. ഇവര് കുറച്ച് ദൂരം അപ്പുറമാണ്. അപ്പം അവരുടെ ഹസ്ബൻഡ്, അതായത് ഫാദർ, ലെറ്റർ ആണ്. യെസ് ആ ലെറ്ററിലേക്ക് ഞാൻ വരാം. പക്ഷെ അതിന് മുമ്പ് ഇവരുടെ കുടുംബത്തിൽ ഗ്രാനി വരും, ഒരു വിസിറ്റർ ആയിരിക്കും ഗ്രാനി. അവരുടെ ജീവിതത്തിലേക്ക് കയറി നിങ്ങൾ ഇങ്ങനെ പിള്ളേരെ വളർത്തേണ്ടത് അങ്ങനെ അഭിപ്രായങ്ങൾ പറയില്ല എന്ന് മാത്രമല്ല, അവരുടെ ഡിന്നറിന് മുമ്പ് വന്നാൽ തന്നെ ഡിന്നറിന് മുമ്പ് 36 അവിടുന്ന്, അതായത് അവർക്കൊരു ഫാമിലി ടൈം വേണം, അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതം അവിടെ ഉണ്ട് എന്ന രൂപത്തിലുള്ള എന്തുണ്ട് ഒരു ഒരു കെയർ എന്ത് ചെയ്തിരുന്നു ഗ്രാനി, എന്ത് ചെയ്തിരുന്നു അവിടെ ചെയ്തിരുന്നു. സത്യം ഒരുപാട് ലെസൺസ് ഉള്ള ഒരു, ശരിക്കും ഒരുപാട് ലെസൺസ് ഉള്ള ആ രൂപത്തിൽ ഒരുപാട്. ഈവൻ ഒരുമിച്ച് താമസിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രന്റെ കാര്യത്തിൽ നമുക്കൊരു സേ ഉണ്ട് എന്ന് പറഞ്ഞ് ഇൻവോൾവ് ആകുന്നവരാണല്ലോ പലരും. പേരൻസിന് പലപ്പോഴും ഒരു ഫ്രീഡം കിട്ടുന്നുണ്ടാവില്ല കുട്ടികളുടെ കാര്യം ഡിസൈഡ് ചെയ്യാൻ. ഇവൻ ഏത് സ്കൂളിൽ വിടണം എന്നുള്ളത് തൊട്ട്, എന്ത് ഫുഡ് കൊടുക്കണം എന്നുള്ളത് തൊട്ട്, ഡ്രസ്സ് ഇടിക്കണം എന്നുള്ളത് തൊട്ട് എല്ലാം പലപ്പോഴും ഗ്രാൻഡ് പേരൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് പേരൻസിന് പലതും ചെയ്യേണ്ട സാഹചര്യം തന്നെ ഉണ്ടാവും. അതിങ്ങനെയൊക്കെ തലമുറകളായി കൈമാറി വരുന്ന ഒന്നാണ്. എല്ലായിടവും ഗ്രാൻഡ് പേരൻസിനാണ് പലപ്പോഴും ഒരു റൈറ്റ് ഉണ്ടായിരിക്കുക. അടുത്ത സെറ്റ് ഗ്രാൻഡ് പേരൻസ് ആകുമ്പോൾ അവർക്ക് ആയിരിക്കും ഒരു റൈറ്റ് ഉണ്ടായിരിക്കുക. അതായത് സ്വന്തം മക്കളുടെ മുകളിൽ ഇവരൊരു റൈറ്റ് ഡിസിഷൻ എടുക്കുമെന്ന് കരുതാനുള്ള ആ ഒരു ഫ്രീഡം, അതല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് ലേൺ ചെയ്യും, അവര് ലേൺ ചെയ്തോളൂ, എന്നാലേ ഒരു പേരന്റ് ആവുള്ളൂ എന്ന രൂപത്തിൽ സത്യം പറഞ്ഞ ഗ്രാൻഡ് പേരൻസ് ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇവര് ഗ്രാൻഡ് മുപ്പർക്ക് ഒരു ലെറ്റർ എഴുതിയിരുന്നു. ആ ലെറ്ററിന്റെ കുറച്ച് ഭാഗം മാത്രം ഞാൻ പറയാവേ.
ബി ഷുവർ യു സ്റ്റാൻഡ് ഓൺ ദ ഹയസ്റ്റ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്. അതായത് ഈ ഇൻസിഡന്റ് നടന്നല്ലോ, ഈ പുറത്താക്ക എന്ന് പറഞ്ഞ ചർച്ച നടന്ന സമയത്ത് എഴുതിയ ഒരു ലെറ്റർ ആണ്. എന്നിട്ട് ലാസ്റ്റ് ഭാഗത്തോട് എന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലെറ്റ് യുവർ വർക്ക് ബി സോ കറക്റ്റ് ദാറ്റ് ഇൻ നോ വേ ക്യാൻ ഇറ്റ് ബി കൺസ്ട്രക്റ്റഡ് ആസ് ഇംപ്രോപ്പർ. അപ്പൊ ശരിക്കും ഒരു ഗ്രാൻഡ് മദർ എന്താ പറയാ, ഒരു കൊച്ചുമകന് കൊടുക്കുന്ന ഒരു ഉപദേശത്തിൽ നല്ലൊരു വാല്യൂ നല്ല രീതിയിൽ പാസ് ചെയ്യുന്നു അല്ലെ, വാല്യൂ നല്ല രീതിയിൽ പാസ് ചെയ്യാണ്. അപ്പം എന്താ പറയാ, തുടക്കം പക്ഷെ അപ്പൊ അവിടെ തന്നെ രസം കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല തുടങ്ങുന്നത്. ആ കത്തിന്റെ രസം ഞാൻ പറയാം. കത്ത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഐ എം ഷുവർ യു റെക്കഗ്നൈസ് യു ഹാവ് എ വണ്ടർഫുൾ ടാലന്റ് ആൻഡ് വി ആർ ഓൾ പ്രൗഡ് ഓഫ് യുവർ ക്രിയേറ്റിവിറ്റി ആൻഡ് ഡിലിജൻസ് ഇൻ പെർസ്യൂയിങ് ഈച്ച് ഐഡിയ. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയ, നിന്റെ സുന്ദരമായ കഴിവുകൾ ഞങ്ങള് എന്താ പറയാ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളതും, ഞങ്ങൾ അതിലൊക്കെ നിന്റെ ക്രിയാത്മകതയിലും നിന്റെ ഡിലിജൻസിലും ഒക്കെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, നിന്റെ ഐഡിയാസിന്റെ പുറകിൽ പോകാനുള്ള ത്വരയ്ക്കുമെല്ലാം ഞങ്ങള് ഭയങ്കരമായിട്ട് പ്രൗഡാണെന്നും പറഞ്ഞിട്ടാണ് എത്ര പേര് അവരുടെ മക്കളെ ഉപദേശിക്കാൻ ആരംഭിക്കുന്നത് അവരുടെ ഒരു നന്മ പറഞ്ഞിട്ടായിരിക്കും. അതും ഗ്രാൻഡ് പേരൻസ്. ഭയങ്കര ശരിക്കും ഈ ഒരു ഗാമി ഭയങ്കര ഗാമി എന്നാണ് വിളിക്കുക. ഗാമി ഭയങ്കര ഗാമി എന്നാണ് അവര് അണ്ടർലൈൻ ചെയ്ത് എഴുതിയത്. ശരിക്കും എന്താ പറയാ, ലോട്ട് മെനി തിങ്സിൽ എന്താ പറയാ ഒരു എക്സാമ്പിൾ ആണ്. നമ്മള് മക്കളെ ഉപദേശിക്കുമ്പോഴും നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റാൻഡാണ്. അവരെ ആദ്യം അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളുടെ അവരുടെ മേലുള്ള ആ ഒരു ഹൗ പ്രൗഡ് വി ആർ എന്നുള്ള ഒരു ഇതിന്റെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഗൈഡ് ചെയ്യാനുള്ള കാര്യം പറഞ്ഞ് ആൻഡ് അറ്റ് ദി എൻഡ് അവർക്ക് ദേ വിൽ ബി ഏബിൾ ടു ഡു ദിസ് എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുത്ത് നമ്മുടെ ടോക്ക് റാപ്പപ്പ് ചെയ്യുക എന്നുള്ളത് അല്ലേ, ആ ഒരു ഡിസ്കഷൻ റാപ്പപ്പ് ചെയ്യുക എന്നുള്ളത്. ഇതിന് കഴിഞ്ഞിട്ട് ഇവരൊരു കേസിന് പോകുന്നുണ്ട്. ഇവർ ആദ്യത്തെ കസ്റ്റമറുമായിട്ട് ഇവർക്ക് ഒരു കേസിന് പോകുന്നുണ്ട്. അവർ ഇവരുടെ ലൈസൻസിങ്ങിൽ കുറച്ച് ഇഷ്യൂ ഉണ്ടാക്കി. അവിടെയൊക്കെ ശരിക്കും ഒരു പ്രിവിലേജ് ഭയങ്കരമായിട്ട് എന്തുണ്ട്, പ്രിവിലേജിന് ഓൾവേസ് റോൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മളെല്ലാവരും. നമ്മുടെ പേരൻസ് നമുക്ക് നൽകിയ പ്രിവിലേജ് നമ്മൾ നമ്മുടെ മക്കൾ അതിന്റെയൊക്കെ സൃഷ്ടിയാണ്. ആരും കരുതരുത്, ഒരാൾ ലോകത്ത് കരുതരുത്. ശരിക്കും അവരവരുടെ കഴിവ് കൊണ്ട് വളർന്നു വന്ന ആളാണ്. ഈവൻ ബിൽഗേറ്റ്സ് പോലും അവരുടെ പേരൻസിന്റെ ഈ ഒരു ലേക്ക് സൈഡ് സ്കൂളിൽ വിടാനുള്ള പൈസ ഉണ്ടാവുക, അതിന് സൈക്കോളജിസ്റ്റ് പോലും ബെസ്റ്റ് സൈക്കോളജിസ്റ്റിനെ കാണിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ടൈം വാങ്ങാനുള്ള പൈസ ഉണ്ടാവുക. ഡെഫിനറ്റ്ലി കുട്ടി അവരവരുടെ പണി എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുണ്ടല്ലോ, അപ്പം ഒരു കേസ് നടക്കുമ്പോൾ പോലും പോൾ അലൻ കുറച്ചും കൂടെ ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്നാണ്. ഈവൻ ആ സ്കൂളിൽ പോയതിനെ പറ്റി പോൾ അലൻ പറയണത്, എന്റെ പേരൻസ് അയാൾ ഇത്തിരി ബുദ്ധി കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് പൈസ എക്സ്ട്രാ കയ്യിലുള്ളതൊക്കെ അങ്ങോട്ട് വിടുന്നതാണെന്നാണ് പറഞ്ഞത്. ലൈബ്രറിയൻ, യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടണിലെ ലൈബ്രറിയുടെ ഡയറക്ടറാണ്, ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ എന്താ പറയാ, അത്ര കംഫർട്ടബിൾ ആയിട്ടല്ല അവര് വിട്ടത്. അപ്പൊ പോളൻ പറയുന്നുണ്ട്, നമുക്ക് ഈ കേസ് സെറ്റിൽ ചെയ്താലോ, കാരണം നമ്മള് കേസ് പോയാൽ ഫെയിൽ ആയാൽ നമ്മുടെ എല്ലാം പോവല്ലോ. അപ്പം പിന്നെ ബിൽഗേറ്റ്സ് പറയുന്നുണ്ട്, ഇല്ല നമുക്ക് അത് ശരിക്കും പറഞ്ഞ ഒരു പ്രിവിലേജിന്റെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. എനിക്കൊരു ബാക്കപ്പ് ഉണ്ട് എന്നുള്ള എന്റെ ഫാദറും പറഞ്ഞു, ഈ കേസ് നമ്മൾ ജയിക്കും തന്നെയാണ് ഉള്ളത് എന്നൊരു കേസ് അവർ വിജയിച്ചു. ആദ്യത്തെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് കേസാണ് അത് അവർ വിജയിച്ചു. ആക്ച്വലി അത് കമ്പനി തുടങ്ങി ആദ്യത്തെ വർഷങ്ങൾക്കുള്ളിലാണ് കേസ് നടക്കുന്നത്. അതിലവര് വിജയിക്കുന്നു എന്നുള്ള അതിനുള്ള ധൈര്യം. അന്ന് അവരടുത്ത് കേസ് നടത്തുന്ന കമ്പനി ഇവരെക്കാൾ 100 ഇരട്ടി വലിയ കമ്പനി ആയിരിക്കുമല്ലോ. അപ്പൊ അവിടെ വക്കീലന്മാർ ഇവരെ വിളിച്ചിട്ട് ആദ്യം ബിൽഗേറ്റ്സിനെ വിളിച്ചിട്ട് ഹാൻഡിൽ ചെയ്യുന്ന രീതി തന്നെ ഇങ്ങനെ അടിച്ചമർത്തിയുള്ള രീതിയാണ് ആ സംസാരം വിളിക്കുന്നത് തന്നെ. മര്യാദയ്ക്ക് സാധനം ഇവിടെ വെച്ചിട്ട് ഇറങ്ങണ എന്നുള്ള ലൈനാണ്. പക്ഷെ ആ പ്രിവിലേജ് ഉണ്ടല്ലോ, അതാണ് മേക്കിംഗ് ഹിം ഫൈറ്റ് ബാക്ക്. ആ ഒരു കോൺഫിഡൻസും നമുക്കൊരാവശ്യം ഉണ്ടെങ്കിൽ വി ഹാവ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ അവർ സെൽഫ് എന്നുള്ളൊരു ഇതും നമ്മള് പേരൻസിൽ നിന്ന് നമുക്ക് കിട്ടി വളർന്നു വരേണ്ട ഒരു ഇത് തന്നെയാണ്. ഇപ്പം ഈ കുട്ടിയെ അടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം മെൻഷൻ ചെയ്യണമെന്ന്. അപ്പൊ കുട്ടികളെ ആരും ഇനി ഇതെടുത്തിട്ട് കുട്ടിയെ അടിക്കാൻ നിൽക്കണ്ട. കാരണം അതിൽ തന്നെ ബിൽഗേറ്റ്സ് പറയുന്നത് അടി കൊണ്ട് ഒരിക്കലും ഒരു ചേഞ്ചും വന്നില്ല. അങ്ങനെയാണല്ലോ പിന്നെ ബാക്കി തെറാപ്പിസ്റ്റിനെ കാണിക്കുകയൊക്കെ ചെയ്തിട്ടാണ് അവിടെ ഒരു മാറ്റം വരുന്നത്. അടി കൊണ്ടോ വഴക്കുകൊണ്ടോ ഒന്നും ഉപദേശം കൊണ്ടോ ഒന്നും നന്നായിട്ടില്ല. ഇപ്പൊ ഒരുപാട് നമ്മള് പേരൻസിനും ഗ്രാൻഡ് പേരൻസിനും ഒക്കെ ഒരുപാട് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാവുന്ന ഒരു ബുക്കാണ്. ഇൻസൈറ്റ്സ് ഉള്ള ഒരു ബുക്കാണ്. എങ്ങനെയാണ് ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ചൈൽഡ് ഈ ഒരു നിലയിൽ എത്തിയത് എന്നുള്ള ആ ഒരു ജേർണി നമുക്കറിയാം. ചൈൽഡ്ഹുഡ് മാത്രമാണ് ഈ ബുക്ക് ചർച്ച ചെയ്യുന്നത്. ചൈൽഡ്ഹുഡ് മാത്രമാണ്. ഈ അദ്ദേഹം രണ്ടാമത്തെ ബുക്ക് മൈക്രോസോഫ്റ്റിന്റെ കാലഘട്ടവും, മൂന്നാമത്തെ ബുക്ക് അദ്ദേഹത്തിന്റെ ഫിലാന്ത്രോപ്പിയും അത് കഴിഞ്ഞുള്ള ജീവിതവും പറയുന്ന മൂന്ന് ബുക്കായിട്ടാണ് മെമ്മോയർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് അതിന്റെ ഒരു
മൈ ബിഗിനിങ് എന്നാണ് ഇതിന്റെ പേര്. ഇന്നത്തെ ചർച്ച അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലെ, വായിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ബുക്ക് വായിക്കാം. റെക്കമെൻഡ് ചെയ്യുന്നു, ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. കാണാം. ബൈ ബൈ.